أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى സദസ്സഖബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർറഹീമീനായ റബ്ബേ, നാം ചെയ്ത ഇബാദത്തുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ നിന്റെ ഇബാദത്തുകളിൽ പെടുത്തി തരണം റഹ്മാനെ. സഹോദരന്മാരെ, ഇന്നലെ മുന്നോട്ട് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ചെന്നത്. ഇന്നലെ അവസാനം മുസ്ലിമീങ്ങൾ അവിശ്വാസികളായ ആൾമാരെ കണ്ടവുടൻ കൊല്ലണം ചൊല്ലിൻ്റെ ആയത്ത്, അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ ആയത്ത്, അതിനെ വലിയ അവസാനം ഞാൻ ചെന്നിട്ട് എന്നെ വിശദീകരിച്ചിട്ടില്ല, അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ XML പരിശുദ്ധമായ ഇസ്ലാമിലെ പരിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ ആരോ എഴുതി കൊടുത്തത് ഒട്രാസി ചെന്നപ്പോൾ അതൊക്കെ വിശദമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് അത് ഞങ്ങൾ ഇത് ഇഫാദ മീഡിയത്തിലുണ്ട്, വിശാലമായിട്ട് കന്നഡ വീഡിയോ. അതിലെ എല്ലാ ജവാബും വിശാലമായിട്ട് കൊടുത്തിരും. അതുകൊണ്ട് അത് നോക്കിയിട്ട് മനസ്സിലാക്കാണ്ട് ഓർമ്മപ്പെടുത്തണം. ഇപ്പം അത് ചെലവ് നേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പോലെ മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇന്ന് ഞാൻ ചെലവ് ഉദ്ദേശിക്കണമെങ്കിൽ വിഷയം റിദ്ദത്തും വലാ അബൂബക്കർ ലഹ, അഥവാ ആധുനിക കാലത്ത് സംഭവിച്ചുകൊണ്ടുള്ള ധർമ്മഭ്രഷ്ടത്തെ. റിദ്ദത്തിൽ ചെന്നെങ്കിൽ ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോകണം. ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള റിദ്ദത്ത് അതല്ല, ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോകണമെന്നില്ല. ഇസ്ലാമിലെ ഉൾഗമയുണ്ടു ചൊല്ലിക്കെത്തുന്ന പലപ്പോഴും ഇസ്ലാമിലെ ആചാരങ്ങൾ, ഇസ്ലാം പരിപാടി അനുഷ്ഠാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മാറി ഏതോ ആൾമാർ പരിപാടിക്കെത്ത ആചാരങ്ങൾ ജീവിതത്തിൽ കൊമ്പുണ്ട്. അതാണ് ആധുനിക കാലത്തെ ധർമ്മപ്രശ്നത്തിലെ റിദ്ദത്തും വല അബൂബക്കർ ലഹാൻ ചൊന്നിട്ട് ഒരു കിതാബും റിദ്ദത്താണ്. പക്ഷേ അതിലെ ദിദ്ദവു ചേഞ്ചാക്കവു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാതായി പോയിട്ട് അതിലെ ಬಗ್ಗೆ റിദ്ദത്തും ജദീദ, പുതിയ കാലത്ത് സംഭവിച്ച റിദ്ദത്ത്. ഒരാൾ ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോകേണ്ട മുർത്തദ്ദാവുടൻ ചെന്നെങ്കിൽ ഇസ്ലാമിനെ പൂർണ്ണമായും എറിഞ്ഞിട്ടവൻ വേറായിപ്പോയ ഇസ്ലാമിക നിയമങ്ങളുള്ള രാഷ്ട്രത്തിൽ അവിടെ കൊല്ലുമുട്ടാണ്. അതേസമയത്ത് ഇവിടെ മുണ്ടിക്കൊണ്ടുള്ളത് അങ്ങനത്തെ റിദ്ദത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായാൽ പിന്നെ കുറെ ആൾമാർ ഇസ്ലാമിനെ തൊട്ട് പൂർണ്ണമായും മുർത്തദ്ദായി പോയാൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ സംഭവിച്ചത്. അതായത് എല്ലാവരും ഇസ്ലാം വലിച്ചെറിഞ്ഞിട്ട് പുതിയൊരു ധർമ്മത്തിന് വേറെ ഒന്നു പോകേണ്ടത് കുറവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഒരു വലിയ സംഘം ഇസ്ലാമിനെ വിട്ടുപോയാൽ, ഇസ്ലാം അങ്ങ് ഒഴിവാക്കിപ്പോയാൽ, പക്ഷേ ആ റിദ്ദത്തിനെ തൻ്റെ ഈമാന്റെ ശക്തി കൊണ്ടും ഉറപ്പുകൊണ്ടും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ കുഴിച്ചു മുടങ്ങും സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധ്യത. അതാണ് പ്രധാനപ്പെട്ട ഒരു റിദ്ദത്ത്. ഇസ്ലാം താരീഖിൽ സംഭവിച്ച ഇസ്ലാമിനെ തൊട്ട് ആൾമാർ പുറത്തുപോയാറ്. അതിൽ പിന്നെ ചിലവർക്കെല്ലാം സംഭവിച്ചത് ഇസ്ലാം സ്പെയിനിൽ AD 711 പോയി താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 100 വർഷത്തിന് മുമ്പ് സ്പെയിനിൽ ഇസ്ലാമെത്തി. 800 വർഷകാലം ഇസ്ലാം അവിടെ എത്തി. അതിൽ പിന്നെ പുറത്തൊരു ആക്രമണം സ്പെയിനിൽ വന്ന് പൂർണ്ണമായും ഇസ്ലാമിന്റെ അടയാളങ്ങൾ എല്ലാം നീക്കപ്പെട്ട് എന്തുമില്ല, അഡ്രസ് ഇല്ലാത്ത പോലെ ഇന്നും അങ്ങനെയാണ്. മുസ്ലിമീങ്ങളെ പള്ളികളെല്ലാം ചർച്ചുകളായി ബദലായിട്ട്. അല്ലാമ ഇഖ്ബാൽ അവിടെ സന്ദർശിച്ചപ്പോൾ കരഞ്ഞതും അവിടെ മുസ്ലിമീങ്ങൾ ഒരു കുറു പോലും കാട്ടില്ലല്ലേ, നിസ്കരിക്കൊരു ജാഗ പോലും ഇല്ലല്ലേ. എയർപോർട്ടിൽ നിസ്കരിക്കുമ്പോൾ എത്രമോ ഒരു പുതിയ പോലെ കണ്ടുകൊണ്ടുള്ളാറ്. എവിടെ 8 ശതമാനകാല ഇസ്ലാമിയുടെ വെച്ചമിന്നക്കെത്ത റായത്തുണ്ട്. അയാൾ വേദനിക്കിട് ബേജാറാവും. അവിടെ അവസാന കാലത്ത് കുറെ ആൾമാരെ മതം മാറ്റിയാറ്, ഇസ്ലാമിനെ തൊട്ട് പുറത്താക്കിയാറ്. അങ്ങനെ ഒരു റിദ്ദത്ത് ഇസ്ലാമിൽ ചിലപ്പോൾ സംഭവിച്ചിരുന്നു. അതുപോലെ വേറെ കുറച്ച് റായത്തിലെല്ലാം സംഭവിച്ചിരുന്നല്ലാണ്ട്
പൂർണ്ണമായ ഒരു റിദ്ദത്ത് ഇസ്ലാമിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് ഇങ്ങനെ ഒരു റിദ്ദത്ത് സംഭവിച്ചിട്ട് ചെന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ കുറെ ആൾമാർ എന്താക്കിയാലും ചെന്നെങ്കിൽ നഗ ഇനി ഇസ്ലാമിലില്ല, ഇസ്ലാമിനെ വിട്ടുപോയ പൂർണ്ണമായും ഇസ്ലാം ഖൽബിൽ ഉറക്കാത്ത ആൾമാർ അങ്ങനെ ചെന്നാൽ ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലം തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു ജല്ല അഅറാബിക ചെന്നാൽ ഗ്രാമീണവാസികളായ കുറച്ച് ആൾമാർ ആമന്ന ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടാണ് ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ ചൊല്ലി അങ്ങനെ ചെല്ലണ്ട, ഈമാൻ ഞങ്ങളുടെ ഖൽബ് കടന്നിട്ടേയില്ല. അൽ അഅറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖൻ വ അജ്ദറു അൻ ലാ യഅലമ ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലി. ഈ ചൊന്നയ്ക്കത്തെ അറാബിക ശക്തമായി ഖൽബുൽ കുഫറും നിഫാഖും കാപട്യവും ഉറപ്പിച്ച് മറച്ചു വെച്ചിരിക്കുന്ന ആൾമാരാണ്. ഇങ്ങനെയെല്ലാം പരിശുദ്ധ ഖുർആന്റെ ആയത്തുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് വെളിവായില്ല. ഫലമ്മാ തൂഫിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഈ ചാൻസ് കുറെ ആൾമാർ ഉപയോഗപ്പെടുത്തിയാറ്. മുനാഫിഖീങ്ങളായ ആൾമാർ അതാ ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോകുന്നത് നോക്കിയാറ്. അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ കപട വിശ്വാസമാണുള്ള, പൂർണ്ണമായ വിശ്വാസമില്ല. ഏത് സമയത്ത് അതിനെ മുതലെടുക്കുകയോടും പുറത്തെടുക്കുകയോടും കാത്തോണ്ടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ വ്യാപകമായിട്ട് എനിക്ക് എന്തും ആക്കുവായില്ല. എന്നാലും ചില സമയങ്ങൾ സന്ദർഭങ്ങളെല്ലാം മുതലെടുത്തോണ്ടിരുന്നാറ് മുനാഫിഖീങ്ങൾ. ബദർ യുദ്ധത്തിന് പോകുമ്പോൾ കുറെ ആൾമാരിന്നാറ് ഒട്ടിಗೆ. പക്ഷെ വഴിയിൽ വെച്ച് 300ഓളം ആൾമാർ മടങ്ങിപ്പോയാറ്. മുനാഫിഖീങ്ങളായ ആൾമാർ, കപട വിശ്വാസികൾ മടങ്ങിപ്പോയാറ്. ആ മടങ്ങിപ്പോയത് നല്ല ഇത്തുണ്ടാണ് ചൊല്ലുന്നത്. കാരണം അങ്ങനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാവത്ത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹിബത്ത് കളർപ്പു എല്ലാം ഉള്ളെങ്കിൽ ആൾമാരൊക്കെ പോയിട്ട് നല്ല ഉറപ്പുള്ള വിശ്വാസവും ഈമാനുള്ള ആൾമാർ മാത്രമാണ് ബദറിൽ ബാക്കിയായത്. അതാണ് 313 ബദരീകൾ. കപട വിശ്വാസികൾ എപ്പോഴും ചാൻസ് മുതലെടുത്തോണ്ടിരുന്നാറ്. എവിടെ ഇസ്ലാമിനെ തകർക്കുക അവിടെ ഒട്ടക നോക്കിക്കൊണ്ടിരുന്നാറ്. പൂർണ്ണമായും ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോയില്ല. ആ കപട വിശ്വാസികളുടെ നേതാവാണ് റഈസുൽ മുനാഫിഖീൻ ചൊല്ലിങ്കത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ചൊല്ലിങ്കത്തെ ഒരാളിന്ന. അവിടെ മദീനത്തെ നേതാവായിട്ടിരുന്ന. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് പോയപ്പോൾ കൊണ്ടതെല്ലാം പോയിട്ട് പിന്നെ അസൂയങ്ങ് കൂടിത്ത് പേര് അബ്ദുല്ലാണ്ടാണ്. മുസ്ലിമീങ്ങളെ സഫലെ നിന്നോണ്ടിരുന്ന ഉൾഗത്ത് ഈമാനില്ല. എങ്ങനെ സഹാബത്തിനെ തകർക്കുക അവിടെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ കിട്ടിയ ചാൻസ് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വർബ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റ കാണാണ്ടാവുന്ന സമയത്ത് ചൊല്ലു തൻ്റെ ഒട്ടയോടെ കൊണ്ടും തേടി വരും. ഇപ്പൊ സഹാബത്തെല്ലാം പോണ്ടാറ്. അപ്പൊ ഈ മെച്ച ചാൻസ് ഉപയോഗപ്പെടുത്തുക മെച്ചന്മാരെ കൽബിൽ ഒരു സംശയം ഉണ്ടാക്കൂ, ശക്കുണ്ടാക്കൂ. അവർ ശ്രമിക്കുക. അവർ ചെല്ല നിങ്ങളെ മുഹമ്മദ് ഉണ്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മദീനത്തിൽ ഒരു കപട വിശ്വാസികളുടെ നേതാവ് മരിച്ചിരും ചൊല്ലു 100 കിലോമീറ്റർ അപ്പുറമാണ്. സ്വന്തം ഒറ്റ കണ്ടായത് ಗೊತ್ತಾയിട്ടില്ല. എന്നാണ് ഓണപ്പ ചൊല്ലു. അപ്പൊ അയാൾ മദീനത്തിൽ മരിച്ച വിജയം ഒത്തുണ്ടു. പക്ഷെ എന്തായാലും ചെന്നെങ്കിൽ സ്വന്തം ഒറ്റ കാണാണ്ടായത് അയാൾ ಗೊತ್ತಿಲ್ಲ. തേടി പറവ് ചെന്നുകൊണ്ടുകൊണ്ടു ഒരു ചാൻസ് അവൻ യൂസ് ആക്കി. അതെന്ത് ചെയ്യുന്ന ആൾമാരെ മനസ്സിൽ ശക്കുണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ಗೊತ್ತಾയപ്പോൾ ചെത്ത് തൻ്റെ ഒറ്റ ഇന്നാലിന്ന ജാഗയിൽ ഇന്നാലിന്ന മരത്തിൽ അതിനെ കയർ കുടുങ്ങിയിട്ടുണ്ട്, പോയി നോക്കുറു. അങ്ങനെ നോക്കുമ്പോൾ ചെന്ന പോലുമേ ഉണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അങ്ങനെ ചെന്നവർക്കാവാം. സ്വഹാബത്തും കൂലിയിട്ടെ പണിയെടുക്കൂടെ, എല്ലാ ആൾമാരും അധ്വാനിക്കൂടും, സ്വറാക്കൂടെ. ഇക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെല്ലും. പക്ഷെ അവിടെ കപട വിശ്വാസികളായ ആൾമാർ ആ ചാൻസ് അങ്ങ് മുതലെടുത്താറ്. ഇങ്ങനെ എല്ലാ പക്കത്തും നോക്കിക്കൊണ്ടിരുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ വന്നപ്പോ എന്തും ആക്കൂ, എന്തും നടക്കില്ല. അപ്പൊ അവൻ ഒരു പ്രഖ്യാപനം നടത്തിയ ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട കുറെ ആൾമാരുള്ളാറല്ലേ, മക്കത്തെല്ലാം വന്നിട്ടൂടെ തെച്ചിലാറല്ലേ. അക്ക് നിങ്ങൾ 5 പൈസ കൊടുക്കോ തീരാണ്ട് ഒരു തീരുമാനം പാസ്സാക്കിയ മദീനത്തിൽ എന്തു കൊടുക്കണ്ട ഗഡ്ജത്ത്. അപ്പൊ ഓ വിചാരിച്ച് ഇങ്ങെല്ലാം കൊടുത്തില്ലെങ്കിൽ ഇങ്ങെല്ലാം എന്തും ഫക്കീറായിട്ട് ദരിദ്രനായിട്ട് പോണ്ടാറ്. നിങ്ങൾ ആശയത്തെ തൊട്ടെല്ലാം വിട്ടു നിൽക്കാറുണ്ട് വിചാരിച്ചായിരിക്കും. ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി സൂറത്തുൽ മുനാഫിഖൂൻ ഈ ആയത്തും. അങ്ങനെ ചൊന്നപ്പോൾ അള്ളാഹുടെ മറുപടിയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്.
ഓൻ ചെലവാക്കണ്ടല്ലേ, ഓൻ വിചാരിച്ച ഞാൻ ചെലവാക്കിയെങ്കിൽ മാത്രമാണ് ആ മിന്നപ്പോൾ പോലെ ഉണ്ടല്ലോ അത് വിചാരിക്കലുള്ളൂ. എന്തെങ്കിലും ലൈറ്റായാൽ മാത്രം ദുനിയാവ് അത്രയും കരുത്തെ പൊട്ടു വിഷയമാണ്. ദുനിയാവ് നിയന്ത്രിക്കണം പഠിച്ചോറാണ്, ഭക്ഷണം തന്നവും പഠിച്ചോറാണ്. ഇനി ഏതൊരാൾ ഭക്ഷണം തടഞ്ഞെങ്കിലും എന്ത് തടഞ്ഞെങ്കിലും ഒരാൾ മരിച്ചു പോകുന്നു വിചാരിക്കണ്ട. കാരണം നിയന്ത്രിക്കണം പഠിച്ചോറാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് ലോകത്തുള്ള ഇറുമ്പും ആനകളും തിമിംഗിലത്തും ഭക്ഷണം കൊടുക്കണം അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹു നല്ലൊരു വിശ്വാസം കൂടെ പിടിപാട്ടുക. അള്ളാഹു ചെന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ചെലവാക്കൂ തീരാനുള്ളത് കൊണ്ട് നിങ്ങാറും പേടിക്കൊണ്ടില്ല. എന്റെ വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ ഖജനാവുകൾ അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് ആരും പേടിക്കൊണ്ടില്ല. പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു, ഇതേ റഈസുൽ മുനാഫിഖീൻ ഓർക്ക ചെന്ന ഒരു യാത്ര കഴിഞ്ഞ് വർബ മദീനത്തിന് നാ പോയെങ്കിൽ മദീനത്തിന് പോയെങ്കിൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, അവിടെ ഐസത്തുള്ളക്കെത്ത നാം അവന്റെ ಬಗ್ಗೆ അവൻ ചൊല്ല നാം വലിയ പ്രതാപിയാണ്, വലിയ പേരുള്ളക്കെത്ത ആള്, പ്രശസ്തിയുള്ളക്കെത്ത ആള്. നാട് അതല്ലായ പ്രതാപ ഇല്ലാതെങ്കെത്ത അവന്റെ ഭാഷയിൽ നിസാരനുണ്ട്. അവൻ ചെന്നോണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തെ ഭർത്താക്കളായിട്ട് അവൻ ഭയങ്കര ജോറിൽ ചെന്ന ഇത് ചൊന്നത്. ഈ ചൊന്ന അബ്ദുള്ളയുടെ മോണുണ്ട്. അബ്ദുള്ള അയാൾ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അയാൾക്കത് കേടുത്ത് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും അബ്ബത്തും വിജയമല്ല. കാരണം മോനോട് ദൂരെയോട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ട് ഈ വാർത്ത കേട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു മോനും കത്തിയും പിടിച്ചിട്ട് മദീനത്തെ ബോർഡറിൽ അങ്ങ് നിൽക്കിട്. എല്ലാവരും കടന്നു കൊണ്ടാണ്, എല്ലാവരെയും ഉൾക്ക പോകുമ്പോഴും അപ്പം വന്നുകൊണ്ടുള്ളത് ഒന്നുണ്ടോ അപ്പടെ തടഞ്ഞു നിപ്പാട്ടത്. എന്നിട്ട് ചൊല്ലു, എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ചൊല്ലിയിരിക്കാണ്. ഈമാനും ചെന്നെങ്കിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകി എന്തും ചെന്നെങ്കിൽ സൈക്കോ കാവല അവിടെ നിപ്പാട്ടിട്ട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകി എന്തിന് നിസ്സാരനായ ആളെ ഇസ്സത്തുള്ള നീ പുറത്താക്കണല്ല മദീനത്ത്. പുറത്താക്കണ വിഷയം പോട്ടെ, നടക്കണ വിഷയം എന്തല്ല. ഓ ചെന്ന അങ്ങനെ ചെന്നപ്പ ഇയാൾ ചെന്ന് ഈ പലക്കത്തെ നീ മാറ്റി ചെല്ലണം. അതോ നിസ്സാരനായ ആള് നീയാണ്, ഇസ്സത്തുള്ള ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ നീ ചേഞ്ച് ആക്കിയിട്ട് ചെല്ലണം. ചേഞ്ച് ആക്കിയിട്ട് ചെന്നില്ലെങ്കിൽ നിന്റെ ഉടമെ കലാസ്, നിന്റെ തീർക്കട ഉടമെ ചെന്ന് കടക ഇങ്ങനെ കാട്ടി അവസാനം ഗത്യന്തരയില്ലാണ്ട് അബ്ബ മോണ്ടെതിർ ചെന്നുകൊണ്ടുള്ള ഇസ്സത്തുള്ള ആള് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാരനായ ആൾ, ഏറ്റവും നിസ്സാരനായ ആളെന്നാണ് സമ്മതിക്കേണ്ടി വന്ന്. പിന്നെ ആയത് നീ ചൊന്നേ കപട വിശ്വാസികളായ ആൾമാർ രണ്ടുമുള്ള എക്കാലത്തുമുള്ള അതോ സത്യത്തെ ഊതിക്കെടുത്തവും ശ്രമിക്കെടുക്കുന്ന ആൾമാർ. അത് സത്യത്തെ ആൾമാരെ സോഹലിക്കുവാറ്, അതേ ഡ്രസ്സിലിക്കുവാറ്. പക്ഷെ അവരുടെ കൽബിൽ എന്തരയില്ല, ഈമാനില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കിട്ടിയവിടെ മുതലെടുത്തോണ്ടിരുന്ന ആൾമാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ പരസ്യമായി രംഗത്ത് വന്നാറ്. അതാണ് ചൊല്ലുന്നത്, മുർത്തദ്ദായ കുറെ ആൾമാർ ഇസ്ലാമിന്റെ പുറത്തു പോയാറുണ്ട്, കുറെ ആൾമാർ ഇസ്ലാമിന്റെ പുറത്തു പോയാറ്. ചില ആൾമാർ എന്താക്കിയാറുണ്ടെങ്കിൽ ഞങ്ങൾ നബീൻ ചെന്ന് വാദിച്ചാറ്. അങ്ങനെ വാദിച്ചെങ്കിൽ ഇന്നാറ് ഹുസൈനുൽ കദ്ദാബിന്റെ ഇന്ന വസ്തുക കുറെ ആൾമാർ നബീൻ ചെന്ന് വാദിച്ചിട്ട് കുറെ ആൾമാർ വന്നറാറ്. എന്തെല്ലാം ഗ്രൂപ്പിടെ ആൾമാർ വന്നാറല്ല, അത് ഇതിന് നബീന്റെ ആളും വന്നിട്ടില്ല. ഇപ്പൊ പണ്ടെല്ലാം വന്നോണ്ടിരുന്നാറ്, നാട് നബീന്റെ പണ്ടേ ഡയറക്റ്റ്. അങ്ങനെ നബീൻ ചെന്നെങ്കിൽ പിന്നെ സുലാഭയിത്തല്ലേ നമുക്ക് അള്ളാഹുടെ വട്ടത്ത് വഹിമുണ്ട് അത് ഇത്. പക്ഷെ അങ്ങോട്ട് ആൾമാരെല്ലാം കൂടുതൽ കാര്യം മനസ്സിലാക്കൊണ്ട് ഇണ്ട്. ആധുനിക ലോകത്ത് എന്തെല്ലാം ടൈപ്പിടെ ആൾമാർ ഏതെല്ലാം പാർട്ടി ഉണ്ടോ സത്യമേ അല്ല. അവിടെ എങ്ങനെയാണ് ഞാൻ ഉറച്ചു നിൽക്കണേന്ന് വന്നെങ്കിൽ നമുക്കൊരു പരമ്പര ഉണ്ട്, സരണിയുണ്ട്. ആ സരണിയിൽ ഒരാളിങ്ങനെ നോക്കിയിട്ട് ഉറച്ചു നിന്നാട്ടായെങ്കിൽ അവന് തപ്പിപ്പോണ്ടില്ല, ഉറപ്പും. അല്ലാത്തൊരു സാമാന്യനായ ആളോ തെറ്റിപ്പോണ്ടത് ഗ്യാരണ്ടി. ഇരിയുറക്കാത്ത തറാവീഹ് നിസ്കാരാണ്. ഇത് മദീനത്തിൽ 1400 വർഷത്ത് മുമ്പ് നടന്നുകൊണ്ടെങ്കിൽ എത്ര വിഷയമാണ്. അങ്ങനെ ഒരാൾക്ക് ഹദീസും പത്തില്ല, ഖുർആനും പത്തില്ല, അല്ലെങ്കിൽ ഒരു 90 വയസ്സായി തിരുവിയായിരിക്കാം. അയാളെ വിട്ട് ഓർത്ത പണ്ട ഇതെല്ലാം ഇവിടെ പാർട്ടിയുടെ ആൾമാറുള്ള ഓർത്ത് വന്നിട്ട് ചെല്ല. ഇയാളിപ്പോ 90 വർഷമായിട്ടും ഇതേ നിസ്കാരാണ് നിസ്കരിച്ചുകൊണ്ട് വന്നോണ്ടുള്ളേ. എല്ലാവരും ഇരിയുറക്കാത്ത നിസ്കരിച്ചുകൊണ്ടുള്ളാറ്. മക്കമദീനത്തുള്ള ഇപ്പൊ കുറേ നോക്കട്ടെ, ഇപ്പൊ 10 റക്കാത്തുള്ളൂ. അത് 8 റക്കാത്ത് അല്ല 10 റക്കാത്ത് തറാവി. പിന്നെ അത് എന്ത് തറാവിയും വന്നില്ല, 10 റക്കാത്തുള്ള തറാവി. 8 ചൊന്നോണ്ടിരുന്നാറ്, 1 ചൊന്നോണ്ടി, അങ്ങനെ ഇങ്ങനെ. ഇത് 10 റക്കാത്ത് എത്ര വന്നില്ല. അത് ഈ കട്ടാക്ക് മുട്ട വെക്കേണ്ട വിഷയം. അത് കട്ടാക്കിയാണ്. കൊറോണ വന്നപ്പോ എത്ര ഇത് 10 അതൊരു കിട്ടിയ ചാൻസ്. ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു കൊറോണ വന്നതിന് 5 പോയിട്ട് 10.5. അതെല്ലാം ദീനിലുള്ള ഒരു കളിയാണ്. ഇക്കട്ട് ഞാൻ ആ ഭാഗം സംസാരിക്കില്ല. ഇപ്പൊ ഞാൻ ചെന്നത് അപ്പൊ ഓർത്ത് വന്നിട്ട് ചെല്ല, നീ ഇരിയുറക്കാത്ത നീ ഇത്ര വയസ്സായ കാലത്ത് പങ്ക വന്നിട്ട് നിസ്കരിക്കണേ. അങ്ങനെ ഇല്ലല്ലേ, 8+3 11 അങ്ങനെ നിസ്കരിച്ച് മെയിൻ അവിടെ അയാളായിട്ട് ചെല്ലാം. അപ്പൊ അയാൾ എന്തിനാക്കണം
അയാൾ ചെല്ല് ഞാൻ ഇത്ര കാലമായിട്ട് ബംഗ വന്നിട്ടും ഇതേ നിസ്കരിച്ചുകൊണ്ടുള്ള പരിപാടി എല്ലാവരും അതേ നിസ്കരിച്ചുകൊണ്ടുള്ളതാണ്. ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിമേ നിസ്കരിച്ചാറ്. ഉമർ ഇബ്നുൽ ഖത്താബ് മദീനത്തെ സംഘടിപ്പിച്ചിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ കേട്ടേ. ആ ഓർത്ത് അങ്ങനെ ചെന്ന പിന്നോർത്ത് വന്നിട്ട് പേരമ്പിച്ചുണ്ട് അവൻ ചെല്ല അവൻ വന്നിട്ട് ചെന്ന അങ്ങനെ ഒരു തറാവീട്ട് സ്പെഷ്യൽ നിസ്കാരമില്ല. അങ്ങനെ ഒരു വാദമുണ്ട്. നിസ്കരിച്ചാൽ കഴിച്ചു റമദാൻ തറാവീട്ട് ഒരു സ്പെഷ്യൽ നിസ്കാരമില്ല. അവൻ ചെല്ല അവൻ പൂർണ്ണമായിട്ട് കട്ടാക്കിയിട്ട് കൊടുത്തു. അയാൾക്ക് പിന്നെയും തലമിച്ചേ പിന്നോർത്ത് വന്നിട്ട് ചെല്ല അവൻ നിങ്ങൾ തറാവീയുടെ ಬಗ್ಗೆ എന്തെങ്കിലും ചർച്ചാക്കളെ ഫർദ് നിസ്കാരം എത്ര അതൊന്നുണ്ട്. നിങ്ങൾ ഫർദ് നിസ്കാരം 5 അവൻ ചെണ്ട 5ന്റെ അർജന്റ് 3 ഉണ്ടാണ് അവൻ ചെല്ല്. അങ്ങനെ പാർട്ടിയോടെ കഞ്ഞി പോയി ഇണ്ടുള്ള ആൾമാർ 3 വക്ത് ഫർദ് നിസ്കാരം ഉണ്ടാകെ ചെല്ല് സുലാഭ ഇയാൾ ആകെ തല വെച്ച് ഇത് സുന്നത്ത് പോയിട്ട് ഇപ്പൊ ഫർദൊക്കെ കഴിയിട്ടാണ് എതിരാക്കട്ട്. ഇപ്പൊ ഇയാളെ മുന്നിലുള്ള മാർഗം എന്താണ്? ഇയാൾ ഒരു പരമ്പരയുണ്ട് സരണിയുണ്ട് അയാൾ പഠിച്ചു വെച്ചിട്ട് അതിലയാൾ ഗട്ടി നിന്നിട്ടുണ്ടായ സലാമത്ത്. അതേ സമയത്ത് 8 റൗണ്ട് ഒട്ടിയോ പോയിട്ട് 3 റൗണ്ട് ഒട്ടിയോ പോയിട്ട് വിദ്യാർത്ഥി 3 റൗണ്ട് ഒട്ടിയോ പോണാവും. ഇത് ഒരു ലെവലില്ലാണ്ട് ഇപ്പുറമല്ലാത്ത ഒരു ചേറിലിട്ട കമ്പ പോലെ ആയിട്ട് ബാക്കി അവിടെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പ് വേണം, ഒരിക്കലും മാറിപ്പോണു തീറ. നബീറ്റൊന്ന് വന്നെങ്കിൽ തലമാർ വരെയുള്ള ആള് ഞങ്ങൾ ഒട്ടിയ മക കൂടിയാറ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ പരിശുദ്ധ ഖുർആൻ ചെന്നത് ഖാതിമുൻ നബിയിന്റെ അവസാനത്തെ നബി ഖാദിയാനിയാൻ ചൊന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു വിഭാഗം അങ്ങ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അവന് നബീറ്റാണ് ചൊന്നുള്ളൂ. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാലത്തിൽ പിന്നെ അങ്ങ് പിന്നുള്ള അങ്ങക്ക് സ്പെഷ്യൽ നബിയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആൾമാർ ലോകത്തെല്ലാം ഉള്ള ആ സമയത്ത് ഈമാൻ ബച്ചാവാക്കോ ഭയങ്കര പണിയുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ നടന്നു വന്നെങ്കിൽ ഒരു സരണി പരമ്പര ഏതുണ്ടാണ് അതിൽ ഒരാൾ ഉറപ്പിച്ച് നിൽക്കാണ്ടായെങ്കിൽ അവർക്ക് ബച്ചാവും. അല്ലാത്ത ആൾമാർ പരാജയപ്പെട്ടുകൊണ്ടാണ്. ഒരു ഉസ്താദ് പെൺമൾ ഉസ്താദിനാണ് ഒരു ഉദാഹരണം ചെന്ന ഒരു തമാശക്ക് ഒരാളുമായിട്ട് നബി ചെന്നിട്ട് വന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ നമ്മൾ ചെന്നല്ലേ സോഷ്യൽ മീഡിയത്തിൽ വേണ്ട എല്ലാ ക്ലിപ്പ് നോക്കുകയാണ്. കുറച്ച് നോക്കിയാണ്ടായെങ്കിൽ അവൻ കുടുങ്ങിയ അവൻ എന്തിനാക്രമിച്ച് ഒരു ലെവലില്ല അവനോ. ഇന്നലെ നാട്ടിൽ നമുക്ക് ഒരാൾ ക്ലിപ്പ് കടത്തിയതാണ് അവൻ ചെല്ല് സുന്നത്ത് നോക്കിയിട്ടുണ്ട് ഒരു വിഷയമേ ഇല്ലാണ്ടല്ലോ. എല്ലാ അതീതര ഗ്രന്ഥങ്ങളിലും പിന്നെ ആശുറാട് നോക്കും അറബത്തെ നോക്കും എല്ലാത്ത വ്യക്തി സർവ്വ ചർച്ച അവൻ അതീത സ്വീകരിച്ചില്ല. എതിരാക്കി അവൻ ഖുർആൻ ഖുർആൻ സൊസൈറ്റി അതിനാണ്. പിന്നെ അവൻ അതീതേ വേണ്ട അവനുള്ള അതീത് സ്വീകരിക്കണോണ്ടേ ഇല്ല. അങ്ങനത്തെ ആൾമാരെല്ലാം ഈ മുസ്ലിംസിലുള്ള അതെല്ലാം ഈ ധർമ്മപ്രശ്നത്തെ ചൊല്ലതിൽ പണ്ട് ഇസ്ലാം എടുത്തൊട്ട് തെറ്റിപ്പോയോണ്ടുള്ള അപ്പൊ അയാൾ ചെന്ന വാദം. പക്ഷെ എന്തെല്ലാം വാദ ദുനിയാവിൽ പണ്ട അതിന്റെ ബാക്കിൽ നിൽക്കുക ആൾമാറുള്ളാറുണ്ട്. അതൊന്നും ഇതിനൊക്കെ നാളെ ദൈവം അള്ളാഹു ചെന്ന് വന്നാണ്ടായെങ്കിൽ ഒന്നൊട്ടി ആൾമാറുള്ളാറ്. അപ്പൊ ഒരാൾ നബീൻ ചെന്നിട്ടാ വന്നേ ഞാൻ നബീൻ പ്രായത്താകെ ഫിത്നയിട്ട് സമസ്യ എതിരാക്കട്ടെ നബിയെ വന്നുള്ളാറുണ്ട്. ഒരു ഉദാഹരണമാവും നബീൻ ചെന്നിട്ട് വന്നപ്പോൾ എല്ലാം കൂടിയാണ് നബിയെ വന്നല്ലേ എല്ലാവരും അട്ടിമില്ല ഔലിയാരുടെ അട്ടിമില്ല ആളല്ലേ നബി എല്ലാം കൂടിയാണ്. പ്രായത്താകെ ഫിത്നയിട്ട് സമസ്യ അപ്പൊ നല്ല ആച്ചരാക്കളെ കുറച്ച് ആൾ മാറിക്കുവാറല്ലേ. ഇതിക്ക് എന്ത് പരിഹാരം ഓരോ നാൾ വന്നുകൊണ്ടുള്ളാറ് എല്ലാവരും കൂടിയോണ്ടുള്ളാറ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പിത്യാനോർത്ത് വന്ന് അവൻ ചെല്ലേ ഞാൻ അള്ളാന്റെ ചെന്നു നാണ് അള്ളാഹി ഇപ്പൊ നബിനാട്ടി വലിയല്ല അവനൊട്ടി ആൾ യാറ് കൂടിയിട്ട് ഇത് ആകെ സമസ്യ ഇത് ഓരോ പാർട്ടി നാല് വന്ന് എന്തിനാക്കടെ. അപ്പോ സമസ്യ തോണ്ടൊട്ടിയെ കേട്ടാറ്. അപ്പൊ അവൻ ചെന്നാ ഇതിൽ ഇന്നലെ അവിടെ തന്നെ നബീൻ വന്ന ഇന്ന് നീ അള്ളാഹ് ചെന്ന് വന്ന എന്തിനാക്കടെ ഇങ്ങനെ ആവല്ലേ. അപ്പൊ നബീൻ വന്നിരാറ് അതോ നബി അവിടെ അള്ള നാൻ കടത്താൻ ഞാൻ അവിടെ കടത്തിയിട്ടേ ഇല്ലല്ലേ എന്നാണോ സമസ്യകൾ അവിടെ ഓണം പറയാറാക്കിയാണ്. അത് നബീനും പണ്ടങ്ങളുള്ളാറ് അള്ളാഹും പണ്ടങ്ങളുള്ളാറ്. അങ്ങനെ എന്തെല്ലാം ഒരു ഉദാഹരണം തന്നെ ഇങ്ങനെ വന്നില്ലെങ്കിലും ഇതുപോലത്തെ എല്ലാ സൈസ് ഇന്ന് ദുനിയാവിലുണ്ടോ. കാരണം എല്ലാവർക്കും സോഷ്യൽ മീഡിയ അവൻ്റെ ഒരു ഏറ്റവും വലിയ അവലംബമാണ്. അവൻ തെക്കിടെ റൂമിലുള്ള വീഡിയോ ആക്കി ಅವ್ರು ಬಾಯಿ ಬಂದ ಒಳ್ಳೆ ಆದರೆ ಡಿಸ್ಪ್ರೆಡ್ ಆಗ್ತದೆ ದುನಿಯಾ ಅವ್ನು ವಯಸ್ಸು ಅವನು ಅವನು ಯಾರು ಮಾರು ಕೊಡ್றாரு ಈ ಕಮೆಂಟ್ ಇಕ್ಕಿದ್ರೆ ಲೈಕ್ ಇಕ್ಕಿದ್ರೆ ಹಿಂಗೆ ಕೇಳ್ಕಿದ್ರೆ ನೀವು ಇದು ಮಟ್ಟೇ ചെല്ലണ്ടേ ഇപ്പം എന്ത് ചെല്ലേ നമുക്ക് കൊണ്ടുള്ളൂ ഈ സത്യങ്ങളെല്ലാം നിങ്ങൾ അങ്ങനെ ഉസ്താമാരെല്ലാം മൂടി വെച്ചതാണ്. നിങ്ങൾ ചെന്നോടായല്ലേ നല്ല വിഷയം. ആ സത്യത്തെ പറഞ്ഞത്തെ പോയി ദീനും ഇല്ല ദുനിയാവും ഇല്ലാണ്ടാവും. അള്ളാഹു ഞങ്ങളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ ചെന്നത് ഇസ്ലാമിനെ തൊട്ട് പുറത്തായിരിക്കും ആൾമാർ, അതുപോലെ നബീൻ ചൊന്നിട്ട് വാദിച്ച ആൾമാരുള്ള ആൾ. ചില ആൾമാർ പൂർണ്ണമായും ഇസ്ലാമിനെ തൊട്ട് പുറത്തു പോയ ആൾ. ചില ആൾമാർ എന്താക്കിയാറുണ്ട് നിങ്ങൾക്ക് സക്കാത്ത് തടഞ്ഞാൽ ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് സക്കാത്ത്. എല്ലാത്തെ നിഷേധിച്ചില്ല, സക്കാത്ത് തണ്ടില്ല ചെന്നാൽ അത് സക്കാത്ത് ശുദ്ധീകൃതമാവുന്നു കേൾക്കുമ്പോ അങ്ങ് ചെന്നത് അത് നിനക്ക് തറവില്ല. സക്കാത്ത് ആർക്ക് മാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നത് മാത്രം. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറും ഖുർആനിലൊക്കെ പ്രൂഫും. ആരാണ് ഈ പ്രൂഫ് പഠിപ്പാട്ട് നോക്കും. ഇസ്ലാമിയുടെ ഒന്നാമത്തെ ഖലീഫ
അഫ്ളലുൽ ഖൽഖി ബഅദൽ അംബിയായി അല തഹ്ഖീഖ്, ലോകത്തെ ഏറ്റവും അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ആൾ ആരുടെ കേട്ടെങ്കിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അയാൾ അപ്പറ ഖുർആൻ ഓതിന് പരിപാടില്ലേ, ഖുർആനിലുണ്ട് പൊതു നിബിധങ്ങളുടെ ചോദ്യം നിങ്ങൾ പിടിക്കോളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പിടിക്കുക അധികാരം ഇല്ലാണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഉടനെ മനസ്സിലായെങ്കിൽ നിങ്ങൾ പെണ്ണിൽ എത്ര സൗണ്ട് ഇരിക്കും. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കും ചെന്താ ഖുർആൻ അങ്ങനെ ഉള്ളേ, അതുകൊണ്ട് നല്ല ഞാൻ എടുക്കുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എന്താക്കി, അതാ ഇസ്ലാമിൽ ഏറ്റവും വലിയ ഹിമ്മത്തുള്ള ആൾ ആരുടെ കേട്ടെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ല, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എതിർ നിൽക്കൂ പറ്റിയിരിക്കാത്ത ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ എല്ലാവരും എന്തെല്ലാം ആയിപ്പോയാ, ഉമർ റളിയല്ലാഹു അൻഹു കടുക പിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം പെരച്ചുകൊണ്ട് കൊല്ലുന്നതാണ്. ആ സമയത്ത് ആ ഒരു അവസ്ഥയെ മുതലെടുത്തിട്ട് അഥവാ അങ്ങനെ നിപ്പാട്ടിയേക്കത്ത ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാന്റെ ഒരു പ്രസംഗത്തിലൂടെ ഒരു മിനിറ്റ് പ്രസംഗമില്ല. ലോകത്തെ ഏറ്റവും ചുരുങ്ങിയ പ്രസംഗം ഏത് കണ്ടെത്തിയെന്നാണ് അതും ചോട്ടെ, പക്ഷെ ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ പ്രസംഗം ഏതിന് കേട്ടെ അത് മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ അവാലിൽ മദീനത്തിലുണ്ട് സംഘചെല്ല പെണ്ണായി റായത്തിൽ പെണ്ണായിരമുട്ടുണ്ട്. അവിടെ വന്നിട്ട് നോക്കുമ്പോൾ മദീനാകെ ഒട്രാസ് എന്തെല്ലാം ആയിട്ടുണ്ടോ, ഓരോരുത്തർ ടൈപ്പാണ്. ചില ആൾമാർ മരിച്ചു പോകുന്നതാണ്, ചില ആൾമാർ തെച്ചവിടെ ബാക്കിയായിട്ടാണ്, ചില ആൾമാർ വായബന്ധമുണ്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവസ്ഥ കാണുമ്പോൾ എല്ലാവർക്കും പേടിയായിട്ടുണ്ടോ. ആ സമയത്ത് എല്ലാരെയും ദെപ്പാട്ടിട്ടോ ആ ഒരു മീറ്റർ പ്രസംഗം ഉണ്ടല്ലേ, ആ സമയത്ത് എല്ലാവരും അങ്ങ് തെച്ചുപോയാൽ അപ്പം കൊത്തൈത്ത് പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തോതിത്ത്, ആ ആയത്തോതിയപ്പോൾ അംഗീകരിക്കണോളൂ. ഞാൻ ഇപ്പമേ ഇറങ്ങിയില്ലേ, എത്ര മാവട്ടങ്ങ് ഓതിരാ, പക്ഷെ അവിടെ പിടിച്ചു നിപ്പാട്ടിയ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ ബദർ യുദ്ധത്തെ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ടെൻഡിട്ട് കൊടുത്താറ് സയ്യിദ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച പ്രകാരം. ആ ടെൻഡർ മുട്ട കാത്തു നിന്നെങ്കിൽ ആൾ ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം ഈ ശത്രുക്കൾക്ക് വേണായത് ഇങ്ങല്ല, അങ്ങക്ക് വേണായത് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങവിടെ യുദ്ധാക്കിക്കൊണ്ടുള്ള, പക്ഷെ അങ്ങക്ക് വേണായത് എങ്ങനെങ്കിലും ഈ നേതാവ് അവിടെ പിടിക്കണോ, അവിടെ ബോഡി ഗാർഡായിട്ട് നിന്നത് ഒരാളാണ് സയ്യിദുനാ അബൂബക്കർ. അപ്പൊ അയാളെ പവർ എത്രയാണ്, അയാളെ ഈമാൻ എത്രയാണ്, അയാളെ ശക്തി എത്രയാണ്, സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ചെന്ന് ലോകത്തുള്ള എല്ലാ ആൾമാരും ഈമാൻ തിറാസിലെ ഒരു തട്ടിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ പിന്നൊരു തട്ടിൽ തൂക്കിയത് ദറജഹ ഈമാനു അബൂബക്കർ, അവിടെ മുന്തൽ വേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനാണ്. അപ്പൊ അതുപോലത്തെ ഒരാളില്ല, അയാൾക്കാണ് ക്ലാസ് എടുക്കണ പറ. എന്തൊരു ക്ലാസ്? ഇബ്നു തൈമിയ്യയുടെ ഒരാൾ വന്ന് ഹിജ്റ 8ാമത്തെ നൂറ്റാണ്ടിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്താക്കുന്നത് ശിർക്കിൻ ചെന്നിട്ട് ലോകത്താദ്യമായി കിതാബിൽ ചെയ്ത് ആ കിതാബ് ഞാൻ കണ്ടേ, അതുക്കുള്ള ജവാബും കണ്ടു. അതിന് ശക്തമായി എതിർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ടുണ്ടാണ്. മക്കത്തിന് മാത്രം പോയെങ്കിൽ മദീനത്ത് പോകണ്ട, നൻകെ കേട്ട മക്കത്തിൽ കഅബാലയാൻ ചൊല്ലത് ഒരു കാലത്ത് ശിർക്കിന്റെ കേന്ദ്രമായിട്ട് അതിലൊക്കെ മുന്നിത്തിച്ചില്ലാതെ ദൈവന്മാരിന്നാണ്. അതിനെ എല്ലാം ശുദ്ധിയാക്കി ഇങ്ങനത്തെ ശുദ്ധികളസാക്കിയ ക്ലീൻ ആക്കിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് ക്ലീൻ ആക്കി ഇങ്ങനത്തെ കഅബത്തെ മുട്ട പോവാം, അതേ സമയത്ത് അത് ക്ലീൻ ആക്കി നമുക്ക് ഇബാദത്തിന് സൗകര്യമാക്കി തന്നെങ്കിലത്തെ നേതാവിനെ മുട്ട നിങ്ങൾ പോയിരുന്നാണ് ചൊല്ലുന്നത്. ലോകത്തിൽ എത്ര വലിയ ഭീകരവാദം ഹദീസായത്തല്ല അവിടെ കേട്ടു, അവിടെ പോയിരുന്നാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു കൊണ്ടുണ്ട് 1000 കിലോമീറ്റർ ഇപ്പുറത്തിട്ട് നിങ്ങൾ ചൊല്ലണം നിസ്കാരത്തിൽ. എപ്പോ അസ്സലാമു അലൈക അയ്യത്തുൽ കഅബത്തു, കഅബത്തുകാരെങ്കിലും അസ്സലാമു അലൈക്കും ചൊല്ലിട്ടുള്ള സലാം ചൊല്ലാണ്. അതിനർത്ഥം കഅബത്താട്ടി വലിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബത്ത് പോലെ കഅബവും കഥാലുണ്ട് കേട്ടെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് 1000 കിലോമീറ്റർ ഇപ്പുറം തെറ്റിയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു നിസ്കാരത്തിൽ അവിടെ ചെല്ലണം, ചെന്നില്ലെങ്കിൽ അവിടെ നിസ്കാരം സമാനല്ല. അങ്ങനത്തെ ഒരാൾ മുട്ടമേ പോയിട്ട് സലാം ചൊല്ലുക ഒരു ചാൻസ് കിട്ടിയിട്ട് അവൻ സലാം ചൊല്ലുക മുട്ട പോലും നസീബില്ല ചൊന്നെങ്കിൽ ലോകത്ത് ഇങ്ങനത്തെ ഒരു ദുരന്ത ഘട്ടെങ്കിൽ ദുരന്ത ഉള്ളെങ്കിൽ ആള് സൗഭാഗ്യമില്ലാത്ത ആൾ വേറെ ഒത്ത ഇല്ലാട്ട. പിന്നെ അവൾ അങ്ങനെ ഇങ്ങനെയല്ല ചെല്ലുവാൻ നസീബിന്റെ മനസ്സിലാക്കാൻ കഴിച്ചു. അവിടെ ഞാൻ ചെല്ലുന്നത് ഈ മക്കത്തേക്കേ പോകണമെന്നില്ല, വേസ്റ്റ് പൈസ അല്ല വേസ്റ്റ്. കാരണം ഇത് പടിപാട്ടി ഒരു നേതാവ് വേണ്ടാന്ന് ചൊന്നെങ്കിൽ അവൻ എന്തും ആവാത്ത ആളാണ്. ഈ കെട്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കില്ല. കൂടെ ചെന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ കാലത്ത് റിദ്ദത്തായിട്ട് ഇസ്ലാം എടുത്തിട്ട് പൂർണ്ണമായി പുറത്തുപോയ ഒരു വിഭാഗം ചെന്നാൽ സക്കാത്ത് തണ്ടല്ലേ. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ ഒരു ധീരത്തെ നോക്കണോ, ഈ മുർത്തദ്ദീങ്ങളൊട്ടി യുദ്ധാക്കണം, അഥവാ ഇസ്ലാമിനെ തൊട്ട് പൂർണ്ണമായി പുറത്തുപോയ ആൾമാർ, നബീൻ ചൊന്ന് വാദിച്ച ആൾമാർ അയാളൊട്ടി യുദ്ധാക്കണോ, യുദ്ധാക്കിത്ത് മുസൈലിമത്തുൽ കദ്ദാബിനൊട്ടി യമാമത്തിൽ വലിയ യുദ്ധം നടത്ത്
ആ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം. അതുപോലെ സക്കാത്ത് തടഞ്ഞെങ്കിൽ ആൾമാരോട്ട് യുദ്ധാക്കണോ അവിടെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുട്ടവത്തൂൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിടത്തരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധീരമായ നിലപാട് കണ്ടിട്ട് പേടി ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചെന്ന് ഇസ്ലാമിനെ തൊട്ട് പൂർണ്ണമായി വർത്തമാനങ്ങളൊട്ടി യുദ്ധമൊക്കെ നബീറ്റൊന്ന് വാദിച്ചങ്ങളൊട്ടി നോക്കി സക്കാത്ത് തട്ടില്ലാണ്ട് ഒന്നാറല്ലേ അങ്ങ് ഒന്ന് മാത്രമല്ല നിഷേധിച്ചത് അങ്ങനൊട്ടിയെ ഇപ്പൊ എന്താ വേണാണ്ട് കേട്ടു. ആ സമയത്ത് കൈഫ തുഖാത്തിലുന്നാസ് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂൽ ചൊന്നോട്ടുള്ളാറുണ്ട്. പിന്നെന്തി അങ്ങനൊട്ടി യുദ്ധാക്കണേ കേട്ടപ്പാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറായില്ല. കാരണം ദീന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ട് പരിപാടിത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാൾ ചൊന്ന പലക എന്തിനു വന്നുണ്ടാ വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാ നിസ്കാരത്തെയും സകാത്തിനെയും ഇടയിൽ ആര് വേറെ വേറെ ആക്കിയാണ് അവണ്ടൊട്ടിയെ ഞാൻ യുദ്ധം ആക്രമിക്കും. ആറാക്കൂ തീരാറ്റൊക്കെ ഞാൻ ആക്രമിക്കും. എന്റെ സക്കാത്തിന് ചൊന്നെങ്കിൽ അത് സ്വത്തിന് ഹക്കാണ്. അതേ സമയത്ത് നിസ്കാരം ചൊല്ലത് അത് ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കണമെങ്കിൽ എന്താ ശരീരത്തെ അല്ലെങ്കിൽ ശരീരം കൊണ്ടെടുക്കണ ഇബാദത്തുകളിൽ ഏറ്റവും മഹത്വമുള്ളത് നിസ്കാരാണ്. സക്കാത്ത് സ്വത്ത് നീക ചൊല്ലാറ് അങ്ങനെ നിസ്കരിക്കട സക്കാത്ത് കൊടുക്കില്ലേ ആവലെ നീ നിസ്കരിക്കലാണ്ടായി നീ സക്കാത്തും കൊടുക്കണോ. ഇസ്ലാമിൽ പൂർണ്ണമായിട്ടും കടക്കുകയാവും പാതി എടുക്കുകയാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായി ചൊന്ന് സത്യം ഇട്ടിട്ട് ഞാൻ ഞങ്ങളൊട്ടി യുദ്ധ ആക്രമേ ഏതുവരെ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അങ്ങ് സക്കാത്ത് കൊടുക്കുമ്പോ എന്താക്കിക്കൊണ്ടിരുന്നാറും ചെന്നെങ്കിൽ ഒണ്ട കൊടുക്കുമ്പോ ഒണ്ട ഇന്നെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ആ ഒണ്ട റൊട്ടിയ കയറുണ്ടല്ലോ ഒട്ടനെ കെട്ടുമ്പോ കൊടുക്കുന്ന കയർ സക്കാത്ത് എന്തുകൊണ്ടാ. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ധീരമായ നിലപാട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. വല്ലാഹി ലൗ മനഊനി ഖാല യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സക്കാത്ത് കൊടുക്കുമ്പോ ഒട്ടനെ കെട്ടി കൊടുക്കണമെങ്കിൽ കയറുണ്ട്. ആ കയർ തണ്ടില്ലാണ്ട് നെങ്ങും അങ്ങനെ ഞാൻ ഇതാക്കുവാൻ എത്ര സ്ട്രോങ് ഉണ്ട്. ഒട്ടേന് കൊടുക്കണേ കയർ കൊടുക്കണോണ്ടില്ല. പക്ഷെ ഇങ്ങ എന്താക്കണത് ഒന്നുണ്ടാ ഇങ്ങ മെല്ലെ ഒന്നൊന്ന് കട്ടാക്കിട്ട് എല്ലാം കട്ടാക്കണത് അതുകൊണ്ട് ഉടകെ തീരാണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് എപ്പോഴും തന്നെ മെല്ലെ തന്നെ വരുവാ. അവൻ വന്നിട്ട് ചൊല്ലുന്നത് എല്ലാം ഞാൻ ഉറുത്തി ചൊല്ലാൻ അതെല്ലാം നെല്ല് പൊക്കിയാവും. പിന്നെ നെല്ല് പൊക്കിയ പിന്നെ അവൻ കവിറ്റിലുള്ള വന്ന പിന്നെ അങ്ങനെ പള്ളിയ ഉണ്ട് കയ്യിലേക്ക്. ഇവിടെ എത്ര പള്ളിയുടെ ചരിത്രം ഉണ്ടങ്ങനെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്റെ നാട് ഉറച്ചിരിക്കണമെങ്കിൽ ആളാവണോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറുതല്ലേ ഓണ്ട കെട്ടുമ്പോ കൊടുക്കണ കയർ വരെ തന്നില്ലെങ്കിലും ലൗകാത്തിലണ്ട ഞാൻ യുദ്ധാക്കളെ ഗ്യാരണ്ടി നോക്കിയിട്ട് ബാക്കി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറില്ല. കട്ടാക്കടെ ചേകനൂർ മൗലവി നിസ്കാരം 3 റക്അത്ത് 3 വക്ത് ഉണ്ടാക്കിയ 3 വക്ത് സുബഹി സൂര്യന്റെ ഉദിച്ചാൽ പിന്നെ നിസ്കരിച്ചമ്മ അവിടെ ഭാര്യ സുലാഭത്തെ വിജയ ഭട്ടന്മാരെല്ലാം കൂടുതലാണ് അവിടെ. അങ്ങനെ 3 വക്ത് നിസ്കാരണ്ട ഖുർആൻ കൊണ്ടാ സമർത്ഥിക്കും. അതേ ഖുർആൻ കൊണ്ട് ഈ അസം ബസ്രിയാർ അതേ ആയത്ത് കൊണ്ട് 5 വക്ത് കൊണ്ടും സമർത്ഥിച്ചിട്ട് കൊടുത്തു തോന്നും. പക്ഷെ അവൻ ഭയങ്കര ബുദ്ധിയാണ്. കുറച്ച് ആൾമാർ ഇട്ടുള്ള അങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് 100 ഒരു സാരി പ്രധാന കേട്ടായാലൊട്ടി. അപ്പൊ അന്ന് പള്ളിയുണ്ട് ആൾമാറുള്ള ഇപ്പൊ സുഡ പൈത്ത 5 വക്ത് നിസ്കരിക്കൊണ്ടില്ല 3 വക്ത് നിസ്കരിച്ചമ്മായി. അപ്പൊ അവൻ എന്താക്കിയാൽ അവൻ 5 കട്ടാക്കുവാണ് മനസ്സ്. അവൻ ഈ 3 വക്ത് കട്ടാക്കിയതിനെ വലിയ തെളിവുണ്ടായിട്ട് എന്തുമല്ല അവന് എല്ലാം കട്ടാക്കിയ പോകണം. പക്ഷെ ഒർക്കനെ കട്ടാക്കുവാവുന്നത്. അപ്പൊ ഒരാൾ പ്രസംഗത്തിൽ എന്താണ് അനുഭവം ഓണർ പക്ക ബുക്ക് എന്തോ പോയാൾ റൗത്ത് പോയിട്ട് ഒരു നാളായിട്ട് ചെന്നാലെ നിസ്കരിക്കുന്നത് കാണില്ല. അവൻ 5 വക്തിനും 3 വക്തായാലും നിസ്കരിക്കുക സുലഭാവും വരെ അവൻ നിസ്കരിക്കലേ ഇല്ല. അപ്പോ അയാൾ ചൊല്ലുന്നെങ്കിൽ ഈ 5 ഒർക്കനെ 0 ആക്കിയെങ്കിൽ എന്താ മനസ്സമാപ്പെടുവാണ്. അതുകൊണ്ട് എന്താക്കില്ല മെല്ലെ ഒരു മറകത്തുമ്പോ അടിയെ ഒർക്കമേ കൊത്തിയെങ്കിൽ എന്താ ചത്രു പോകാൻ. അപ്പൊ എന്താക്കുന്നത് മെല്ലെ കൊത്തിട്ട് വേണ്ട തെല്ല് കൊത്തിട്ട് പിന്നെ ലാസ്റ്റ് ഫുള്ളായിട്ട് കൊത്തുക. അതുക്ക് മെയിനായിട്ടാണ് 3 ആക്കിയത്. പിന്നെ തെല്ലിന് അയാൾക്ക് 2 പിന്നെ 1 പിന്നെ അവൻ എന്നെ പോയി 2 കൊത്തില്ല. അപ്പൊ ഞാൻ ചെന്നത് ഇങ്ങളെ വിഷയമാണ് എന്താക്കുന്നത് തെല്ലൊരു സംശയം ഉണ്ടാക്കി ഇതെന്തിക്ക് അങ്ങനെല്ലാം ആക്കിയിട്ട് ലാസ്റ്റ് അതിനെ പൂർണ്ണമായിട്ടും വലിച്ചെറിയുകയാണ്. അതുകൊണ്ട് അതിൽ നിങ്ങൾ പെട്ടുപോകണ്ടാണ്ട് ചെന്ന ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മീനാതെ 2 ചോറ് കൊടുക്കും. ഉദാഹരണം നല്ല ചോറും നല്ല കറി എന്തെങ്കിലും നിങ്ങൾ കൊടുക്കാറ്. പ്രായത്താറും ചോറിനാട്ട് ഗതിയില്ലാത്ത കൊള്ളാറ് ഇക്കുവാ കുറച്ചാൾമാർ എല്ലാവരും ഗതിയില്ലേ ഉച്ച പോയിട്ട് അതിനാട്ടി ഉഷാറ് ചോറുള്ള കൊണ്ടിട്ട് പൈസയ്ക്കും. എന്നാലും ഇത്ആം ഭക്ഷണം കൊടുക്കുന്നതിന് ചൊല്ലത് വലിയൊരു ഇബാദത്താണ്.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഞാൻ കൊടുത്തുകൊണ്ടുള്ള അത് തെളിവുണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് എല്ലാ വർഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല മീലാദ് 2 ചോറ് കൊടുക്കുന്നില്ല. അതൊരു ചെറിയ പ്രൂഫിംഗ് വഴി സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വഫാത്തായി. പിന്നെ എപ്പോൾ നോക്കിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ വീട് നെൽപ്പാക്കിക്കൊണ്ടേ ഉള്ളൂ. എപ്പോൾ നെൽപ്പാവിടെ അപ്പോൾ ആടെടുത്തിട്ട് നല്ല ഫുഡ് ഈ ആടെ ഖദീജ വീട് ചങ്ങായിമാരെല്ലാം കിടത്തുന്ന കരുമയാവും. അപ്പൊ ഇന്നൊരാൾ ഖദീജ വീട് ആണ്ടണ്ടാവും ആടെടുത്ത് കൊടുക്കണ്ടായത് ഓടി വേണ്ട അങ്ങനെ ഉണ്ടാണ് കേൾക്കട ഞങ്ങൾക്ക് അങ്ങനെ ഇക്കടകത്തേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറിയ പ്രൂഫ് കാട്ടിത്തന്നു. അത് ധാരാളമാണ്. അത് വയ്യാവുള്ളൂ. ഇങ്ങനെയാണ് ഇസ്ലാമിനെ പഠിച്ചോണ്ട് പോകുന്നത്. ഇങ്ങനെ ഞങ്ങൾ ഇസ്ലാമിനെ പഠിക്കില്ലാണ്ടാണ് ഇസ്ലാം ഒരുപാട് എന്തില്ല തിരിയോ ഉണ്ടാ നോക്കുമ്പോ 10 ലാഖല്ല 20 ലാഖ് അതീത് ഹിന്ദുള്ള. ഇപ്പൊ നോക്കുമ്പോ സ്വഹിയായ അതീത് നിങ്ങൾ ഏറ്റവും വലിയ മക്കത്തെ മുഫ്തിനനുസരിച്ചിട്ട് 5000 ജില്ലാർ അത്ര അതീതുള്ള സ്വഹിയായിട്ട് 20 ലാഖ് അതീത് ഇരുന്നത് 5000 അതീതിനുള്ള കുഴപ്പമാണ്. ഇങ്ങനെ അവിടെ കൊണ്ട് വിഷയമാണ്. അപ്പൊ നിങ്ങൾ അതീത് കൊണ്ട് വാദപ്രതിവാദത്ത് പോയി സോപ്പിലേക്ക് ആരാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പോകണം. അങ്ങനെ അവൻ വന്നിട്ട് ചെല്ല. അപ്പൊ നല്ല എല്ലാ വർഷവും നല്ല ചോറും നല്ല കറി കൊടുത്തോണ്ട് കൊണ്ടുപോകും. അപ്പൊ ഒരുത്ത വന്നിട്ട് എന്തെങ്കിലും ഇട്ട് അവളെ അഭിപ്രായം ചെല്ല എന്തേ ചോറിന്റെ തീ കൊടുക്കൂടെ ഒരു ചോറ് തിന്നാത്ത കാലം കൊള്ളാറാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വറാക്കാം 2 വർഷത്തിൽ പിന്നെ ആരിമാക്കാക്കി കൊടുക്കുക എന്നല്ല. അപ്പൊ എന്താ ഉള്ളത് കിടക്കാറില്ല. അപ്പൊ നിങ്ങളത് നല്ല ചോറാക്കിയിരിക്കുക. അപ്പൊ ചോറ് അടക്കിയല്ല പിന്നെ ഒരു 2 നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതേ അരി ചോറാക്കല്ലേ. അപ്പൊ 2 വർഷത്തിൽ പിന്നെ എന്താക്കലെന്ന് ചോദിച്ചാൽ നല്ല അരി പാക്കാക്കി ഇത് കൊടുക്കണം. ബിരിയാണി അരി എല്ലാവരും കൊടുക്കണം. ഇത് കേൾക്കുമ്പോൾ അവിടെ പറയാൻ കമ്മിറ്റികളിലിരിക്കുക അവർ ഒരു നല്ല വിഷയം നോക്കുമ്പോൾ വെറുതെ ഭഗവാൻ എന്ത് ഈ ചോറെല്ലാം കൊടുത്തിട്ടു അരി കൊടുത്തിട്ട് നല്ല വിഷയം കാക്കാക്കി അരി കൊടുക്കൂടെ കേൾക്കുമ്പോൾ നല്ല ഇത് എത്രയും ചോദിച്ചെങ്കിൽ തേന്റെ കൊടുക്കുന്ന വിഷയത്തിൽ തന്നെ അവർ പഠിക്കാത്ത അവനുണ്ടായി അവനും അതിൽ പെട്ടുകൊണ്ടാണ്. ഇങ്ങനെയുള്ള പള്ളി കവസാക്കളെ പിടിക്കുന്നങ്ങനെല്ലാം ചോദിച്ചു ഈ വാദങ്ങളുമായിട്ടാണ് പണ്ടേ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും കൊടുക്കുന്നതിൽ അവനാണ് ഉമറാനായിക്കാണ്ടുള്ളത്. അമീർ ചൊല്ലുന്നതാണ് അവിടെ എങ്ങനെ ഭഗവന്തും ഇല്ല. അങ്ങനെ ആവും ഇങ്ങനെ ആവും ചൊല്ല് അതും സമ ഇതും സമ ചേർന്നിട്ട കമ്പ പോലെ എല്ലാ സമ അവിടെ എല്ലാ സമാവും ഇല്ല. ഒന്നും കാണുന്നത് കെട്ടി നിൽക്കുന്നത് ഇല്ലെങ്കിൽ അത് നിർത്തമേ മരണം വരെ അതിന് ഇനി ചേഞ്ച് ആവുകയില്ല. വേറൊരു ഉദാഹരണം ആ ചെപ്പോട്ട് ചെന്ന ഇതിലൊട്ടി ഒത്തു വന്നതുകൊണ്ടാണ് ചൊല്ല് ഒരു പക്കൊരു പ്രസംഗം നടന്നത്. ആ പ്രസംഗത്തിനെ ചൊന്നെങ്കിൽ സുന്നത്ത് ജമാഅത്തിലാണ് ഭയങ്കര തെളിവ് സഹിതം പ്രസംഗിക്കുന്നത്. ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് മൗലിദ് ഇതെല്ലാം സമർത്ഥിച്ചിട്ട് ഒരു പക്ക പ്രസംഗമാണ്. അപ്പൊ ആ പ്രസംഗം എല്ലാം കാത് കൊടുത്തുകൊണ്ടുള്ള ആള് ഇപ്പൊ നമുക്ക് അറിയാണ്ട് തലാക്കിക്കൊണ്ടുള്ളത് ഇതെല്ലാം അങ്ങനത്തെ പ്രസംഗമാണ്. അപ്പൊ അവിടെ സദസ്സിൽ കൂടിയാണ് കൂടാത്തവരാണ് അതിനെ ചായ ആക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടാൻ കാക്ക അയാൾ ചായ ആക്കിക്കൊണ്ടു. പക്ഷെ അയാൾ ഈ ചായ എന്നും അയാൾ ഇതിങ്ങനെ കേൾക്കരുത്. അപ്പൊ അയാൾക്കും ഇത് വാരി തന്നെ തോന്നുന്നു. അപ്പൊ അയാൾ തൊണ്ടു ഇയാൾ തൊണ്ടതല്ലേ സമാണ്ട് അയാൾ തൊണ്ടു. അപ്പൊ അവിടെ ചായ കുടിച്ചോണ്ടുള്ള ഭാഗത്താണ് അവിടെ ഇത് കേൾക്കില്ല. ഇയാൾ തൊണ്ടതല്ലേ സമാണ്ട് ഇയാൾ ചൊത്തു. അത് പോയി ഒരു 4 നാൾ കഴിഞ്ഞിട്ടാകുമ്പോ എനിക്ക് നേരെ ഉൾട്ട അങ്ങ് വന്നിട്ട് എനിക്ക് മറുപടി ചെല്ലു അങ്ങും ആയത്താജിതെല്ലാം ഓതിക്കൊണ്ടുള്ള. അപ്പോൾ ഈ കാക്ക ചായ കൊണ്ടുണ്ട് അയാൾക്ക് ഇതും കേൾക്കുന്നത് ചന്ത ആയത്താജിതെല്ലാം ഓതല് ഇതും സമാനല്ലേ എനിക്കറിയാം. മുനിയാത്ത ഭാഗക്കാരായിട്ട് അവിടെ അണ്ടും ചായ കുടിച്ചോണ്ടുള്ള. അപ്പൊ നോക്കുമ്പോ മുനിയാത്തതിക്ക് നേരെ ഇത് 2 സംഭാവന. ഇത് ഒന്നാ പോലും അല്ലെങ്കിൽ ചാവും 2 ആവുമ്പോൾ ജാപ്പോളും ഉണ്ടാവും 2 സംഭാവന. അപ്പൊ ഓടുകൂടെ സംശയം ഓട് കേട്ടാൽ കാക്ക മുനിയാത്തതിക്ക് നേരെ എതിർ ഇട്ട് ചൊന്നുകൊണ്ടുള്ളൂ. നിങ്ങൾ ചെന്നാൽ അതും സമ ഇതും സമ ഇത് 2 സംഭാവന എങ്ങനെ കേൾക്കുമ്പോ അയാൾക്ക് ഊക്കുള്ളപ്പോ നീ ചൊല്ലത് സമാനല്ലേ നീ ചൊല്ലത് സമ ഞങ്ങൾ അങ്ങനെ വേണ്ടി ഞങ്ങൾ എല്ലാവരും സംഭവം ഞങ്ങൾക്ക് ഒരു നിശ്ചിത ഉറപ്പും ചൊന്നിട്ടില്ല. അപ്പൊ നോക്കുമ്പോ ഇത് 3 സമയാണ്. അങ്ങനെ ഒരു സമയം ഉണ്ട് ദുനിയാവിൽ ഇല്ല. സമയം അയക്കാൻ ഞാൻ ചൊന്നെ ഓൺ ചൊല്ല് 2 വർഷത്തിൽ പിന്നെ അരി കൊടുക്കാൻ ചെല്ലുമ്പോ ഒപ്പിപ്പോയിരുന്നത് ഉദാഹരണം ഇവിടെ വന്ന് ചൊല്ലാറുണ്ടല്ല മൊത്തത്തിൽ അങ്ങനെ പണ്ടേ. അപ്പൊ ഓണ്ട ഉദ്ദേശത്തിലേക്ക് മെല്ലെ പോയിട്ട് പിന്നെ ആ അരി അടുത്ത പോണം അതങ്ങനെ പോകണം. അത് ലാസ്റ്റ് ആ വിഷയമേ ഇല്ലാണ്ടായി പോകണ്ടു. ഓണ് ആ നന്മയൊന്നും ഇല്ലാണ്ടാക്കണോ അതുക്കാണ് ഓണ്ടൊട്ടി അപ്പനിങ്ങനെ ചെല്ലറുക ഒക്കെ അങ്ങനെ 2 വർഷം അങ്ങനെ അരി കൊടുക്കാം. നോക്കുമ്പോ പണ്ട് നിങ്ങൾ കൊണ്ട് മോളിലെ മങ്ങില അങ്ങനെ കൊണ്ട് ഫാമിലിയിലെ മങ്ങില. അപ്പൊ ചൊല്ലെ നിന്റെ ഒത്തു 2000 ആളെ മങ്ങിലത്തെ വിളിച്ചിട്ടല്ലേ എല്ലാവർക്കും പോകുമ്പോ ഓരോരുത്തർക്ക് അരി കൊടുക്കൂടെ ചോദിക്കില്ലേ ഇങ്ങനെ ആക്കാൻ വേണ്ടോണ്ട് എന്തെങ്കിലും ഇല്ല നല്ല പോകണ്ട മങ്ങിലേക്ക് എല്ലാവരും ആദരിച്ചിട്ട് ചോറ് കൊടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഞാൻ ആദരിച്ചിട്ട് അരി കൊടുക്കണം. ഇത് ഓൺ ഈ വിത്തനാണ്. ഇത് ഓൺ കൊട്ടാസി ഇത് നിപ്പാട്ടണം.
മരിച്ചെന്റെ അരി ഉപ്പെല്ലാം കൊടുക്കുന്നത്. അത് പണ്ട് അരി ഉപ്പെല്ലാം നീ വേറെ കൊടുക്കാറുണ്ടെങ്കിൽ എതിർപ്പൊന്നുമില്ല. അതൊരു സ്വതക്ക മയ്യത്തിന് മേലിൽ എന്തിനേ സ്വതക്ക കൊടുത്തപ്പോൾ ഉപകാരം. സൈദറിയുള്ളവനോട് ഉമ്മ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ട സൈദറിയുള്ളവണ് പണ്ട് ബന്ധുചൊല്ലി ഇന്ന ഉമ്മി എൻ്റെ ഉമ്മ മരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്മയുടെ പറ്റി എന്തെങ്കിലും ഞാൻ കൊടുത്തെങ്കിൽ ഉപകാരം ഉണ്ടാകേ. അവരോട് ഉപകാരമുണ്ടോ? നീ എന്താക്കണോ? നീ ഒരു കിണറെടുത്ത് കിണറത്തിന് ശാശ്വതമായ സ്വതക്കല്ല, അങ്ങനത്തെ സ്വതക്കാണ് യാതൊരു ജാരിയായിട്ടത്. എന്നിട്ട് മുസ്ലിമീങ്ങൾ അതിൽ തന്നെയുള്ള കുടിക്കട്ടെ, എല്ലാവരും തന്നെ കുടിക്കട്ടെ. അതിന് പ്രതിഫലം ഉമ്മയുടെ കബർ എത്ര ഉണ്ടാകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസ്. ആ മയ്യത്തിൽ തൊട്ട് എന്തിനെ നിങ്ങൾ സ്വതക്കാക്കി ഉപകാരമുള്ളൂ. അപ്പൊ ഏതോ ആൾമാർ പണ്ട് അരിവിട്ടു ഇല്ലാത്ത സമയത്ത് തുടങ്ങിയിരിക്കുവാണ്, അതിങ്ങനെ ഇപ്പോ കൊടുത്തോണ്ടുള്ള. അപ്പൊ ചില ആൾമാർ നാളൊരു പക്ക പോകുമ്പോൾ പള്ളിയിൽ ചർച്ച ആയിട്ടുള്ളൂ മയ്യത്തിന് കബറൊക്കെ ആ ടൈമിൽ കബറിന്റെ അവിടെ ചർച്ച. ഏതൊരു ചർച്ച വന്നുകൊണ്ടാണ് ഈ അരിവുപ്പ് എന്തി കൊടുക്കൂടെ, അത് നിങ്ങൾ തുറത്തേക്കിടാത് അരിവുപ്പെല്ലാം എന്തി കൊടുക്കണോ? കുറേ കാലത്ത് ഞങ്ങൾ ചെറുതിലേ നോക്കിയുള്ളൂ അരിവ്. ഇനി അരിവുപ്പം നീ എന്തിനെ കൊടുത്തെങ്കിൽ എടുത്തുകൊണ്ടാണ് മനുഷ്യന്മാർ സ്വതക്കാണ് മയ്യത്തിനെ തൊട്ട് സ്വതക്കാണ്. അപ്പൊ അരിവുപ്പ് എന്തി കൊടുക്കൂടെ? അപ്പൊ അവിടെ എന്തിനാ അവൻ നല്ലൊരു ന്യായം ചെന്ന അവൻ ചെല്ലേ അത് മദ്രസ മക്കൾ ബുക്കെല്ലാം കൊടുത്തെങ്കിൽ അത് ഉപകാരം അവിടെ അല്ല, ഇതെന്തി കൊടുക്കണോ? അപ്പൊ ഇങ്ങനെ കബറിന്റെ ഉള്ളിൽ ചർച്ച എങ്ങനെയുണ്ടോ? ഖബർ എടുക്കുന്ന അവിടെ കാട്ടെ നീ ചിലപ്പോൾ നാളെ വേണ്ടോണ്ട് എന്നെ വിളിച്ചാൽ അതൊരു പരിഹാരമാണോ? നിങ്ങൾ ഭാര്യ നല്ല മനസ്സുഭാവം. പക്ഷെ എന്താക്കൊണ്ട് ഇതിനെ നീപ്പാട്ടല്ല, നീ എന്താക്കുറുണ്ട് ഇതും കൊടുക്കും. ഇത് പണ്ട് മുതലേ വേണ്ടതല്ലേ, ഇതും കൊടുക്കും. ഏത് എക്സ്ട്രാ ഇത്താണോ ചിലവും തല വെച്ചേക്ക് ജന്മം കൊടുക്കണാണ്ട്. നീ മദ്രസ മക്കൾ കിതാബ് കൂടും, ബുക്ക് കൂടും, പൈസ കൂടും, എല്ലാം കൂടും. മാത്രം ഇതിനെ നീപ്പാട്ടില്ല, ഇതും പോട്ടെ. ഇത് എന്തിനോട് ഇത് ചൊല്ലേ ആ മരിച്ച പാർക്കെങ്കിൽ മദ്രസ മക്കൾ ബുക്ക് കൊടുക്കുന്ന പോടാ അവന് അത് നിനപ്പാവില്ലേ, അവന് ഇതേ നിനപ്പാവിടെ അവന് വെട്ടാസ് ഇതിനെ ഇല്ലാണ്ടാക്കണോ? ഇതേപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലക്കതൊക്കെ ഒരു സക്കാത്ത് തടഞ്ഞിനാണ്. സക്കാത്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒണ്ട കൊടുക്കുമ്പോ കെട്ടിറക്കത്തെ കയർ തന്നില്ലെങ്കിലും ഞാൻ യുദ്ധാത്തിന് ഗ്യാരണ്ടി. അബൂബക്കർ സിദ്ദീഖ് ഇത് നിലപാടിട്ടുണ്ട്. അത് ഞാൻ ഓർത്തായിട്ടും പൊടില്ലേണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എല്ലാവരും എന്റെ ഓട്ടം തെഞ്ഞു പോയാലും വിചാരിക്കാം, പക്ഷെ ഞാൻ ഈ സത്യത്തെ തൊട്ട് ബാക്കിനിക്കോ ഇല്ലാണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാണ് നേതാവുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ശരണയിത്തല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെന്തും ഉണ്ടോയില്ല. അങ്ങനെ പിൽക്കാലത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നോണ്ടിട്ട് ചില ആൾമാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ബെരിയേക്കല്ലെന്ന് ചൊല്ലോ പറഞ്ഞാൽ ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട് ഞാൻ എങ്ങനെ ബെരിയാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ ഒരു ജാവും ഒരു പോലും ഇത് വെച്ച് നോക്കിയെങ്കിൽ ഖൈറും മിൻ ആലി ഉമർ പോയിട്ട് ഉമറിന്റെ കുടുംബം മൊത്തത്താട്ടി ഖൈർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ജാവും ഒരു പോലാണ്. അയാളെ ഒട്ട് ഏറ്റവും തന്നെ കൊണ്ട് സാധ്യയില്ലാണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നോണ്ടിട്ട് ഒരു ജാവേജ് കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തെ മദീനത്ത് ഹിജ്റ പോകുമ്പോ ഖാദ് സൗറുൽ പാർത്തിൽ 3 ജാവ്. അപ്പൊ ആ ജാവുണ്ടല്ലേ ಅದಕ್ಕೆ പകരം വേറെന്തുമില്ല. കേട്ടിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ജാവ് നിൽക്കുന്നുണ്ടാ നന്റെ എല്ലാ നാളും നിൽക്കുന്നുണ്ടേ ചേഞ്ച് ആക്കിയോളാം. ചെന്നക്ക് അത്ര പിന്നെ പവറുണ്ടെങ്കിൽ അവിടെ ആരും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗഭാഗ്യം നോക്കണം. അയാൾ മാത്രം അങ്ങനത്തെ ഒരാളില്ലാച്ചുകൊണ്ട് ഇതുക്കാണ് ഇങ്ങനത്തെ കുറെ രംഗങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. അപ്പൊ ആ ജാവുടെ ഹൈറായ ഒന്നില്ലേ ഇല്ല ഒന്നത് പോലെ കേട്ടെങ്കിൽ ഈ സക്കാത്ത് തടഞ്ഞെങ്കത്തെ ആൾമാർ വന്നിട്ട് ചെന്നാറല്ല ഞങ്ങൾ സക്കാത്ത് തണ്ടില്ല അണ്ട് നാടടക്കം പോയിട്ട് ചെന്നിട്ടില്ല. നിങ്ങൾ ഇത്ര സ്ട്രോങ് ആവണം, ചെല്ല് മെല്ലെ ചെല്ല് സോഫ്റ്റ് ആവറും. ചെന്നപ്പ ഉമർ റളിയല്ലാഹു താടി വരെ പിടിച്ചിട്ട് ഒരു ടൈമുള്ളത്. ഈ ടൈമിലുള്ള വേറെ ഒരു ടൈം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ര സ്ട്രോങ് ആണ്. അത് വേറെ ടൈമിൽ ചെന്നത് അത് വേറൊരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രോങ് നിലപാട് നിങ്ങൾ കാട്ടിയാറല്ലേ അത് ഹൈറ് പിന്നണക്ക് വന്നായില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പോൾ അത് ഹൈറും മിൻ ആലി ഉമർ ഉമറിന്റെ ഇടീ കുടുംബത്താട്ടി സന്താനങ്ങൾ എന്തെല്ലാം പരമ്പരവും എല്ലാ താട്ടി ഹൈറുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ചെന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നത് സഹോദരന്മാർ അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിദ്ദത്ത് അഥവാ ഇസ്ലാം എടുത്തിട്ട് പൂർണ്ണമായും പുറത്തു പോകേണ്ടതുള്ളത് ചരിത്രത്തിൽ കുറച്ച് സമയങ്ങളിൽ സംഭവിച്ചിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് സംഭവിച്ചത്. കൂടെ ഞാൻ ചൊല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു യുദ്ധത്ത് പിൽക്കാലത്ത് സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടേക്ക് വന്ന് ചെല്ലാൻമാർ പുറത്തു പോവാൻ പൂർണ്ണമായും ഒരു സംഘം മൊത്തം ഇസ്ലാമിലത്തോട്ട് പുറത്തു പോകേണ്ടില്ല. അത് അണ്ടത്തെ യുദ്ധത്താണെങ്കിൽ അതിനെ സമാക്കുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്തുണ്ട് അതിനെ കുച്ചുമുടിത്ത്
പക്ഷേ റിദ്ദത്തും വല അബൂബക്കർ ലഹ, ഇന്നൊരു റിദ്ദ സംഭവിച്ചുകൊണ്ടുണ്ടു. ഇതിന്റെ സമാക്കവും അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹയാത്തിലില്ല, ഭൂമിയിലില്ല. അതെന്ത് റിദ്ദത്തിന്റെ ഒന്നെങ്കിൽ സാംസ്കാരികമായ അധപ്പതനാണ്. ഞാൻ മുസ്ലിമുണ്ട് ചൊല്ല, പക്ഷേ മുസ്ലിമുടെ ആചാരങ്ങൾ നക്കില്ല. നന്റെ കിബില ഏതെന്ന് കേട്ടെങ്കിൽ യൂറോപ്പാണ്, പാശ്ചാത്യ ആൾമാരാണ് നന്റെ കിബില. നന്റെ കിബില മദീന അല്ല. മദീന ചൊല്ല കിബിലത്തെ വിട്ടിട്ട് എത്രമോ ടൈം ആയിത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ വിട്ടെ. അത് നന്റെ ഡ്രസ് കോഡ് മുതൽ ഹെയർ കട്ടിങ് മുതൽ നന്റെ ഔത്തുൽ മക്കൾക്ക് പേരിടുന്നത് മുതൽ എന്തെല്ലാം ആചാരങ്ങളുണ്ട് അവിടെ എല്ലാം ഈ റിദ്ദത്ത് സംഭവിച്ചിട്ടായിട്ട് ഞാൻ നിസ്കരിച്ചുകൊണ്ടുള്ള, നോക്കെടുത്തോണ്ടുള്ള, സക്കാത്ത് കൊടുത്തോണ്ടുള്ള, സ്വതക്ക കൊടുത്തോണ്ടുള്ള, ഇതെല്ലാം ആക്കുമ്പോഴും ആചാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടിട്ട് എത്ര കിലോമീറ്റർ ഞാൻ ഓടിയിട്ടായിട്ട്. അതിനെ പറ്റിയാണ് റിദ്ദത്തുൻ ജദീദ, പുതിയ കാലത്തുള്ള റിദ്ദ. ഈ റിദ്ദ 19ാം ശതമാനത്ത് ലോകത്ത് മൊത്തം യൂറോപ്പ് അടിച്ചു കയറി അതോടെ ഓപ്പണായി റിദ്ദത്താണ്. എവിടെ യൂറോപ്യൻ സംസ്കാരത്തെ തന്നെ അറുക്കിപ്പിടിച്ചാവാ അവിടെ ഈ റിദ്ദത്ത് നിങ്ങൾക്ക് സംഭവിച്ചത്. തൊലൂബു ശംസി മിൻ മഗ്രിബിഹാണ്ടുണ്ട് അന്ത്യനാളിന്റെ അടയാളം. പശ്ചിമത്തെ സൂര്യൻ ഉദിക്കലേറ്റൊന്നു, അങ്ങനെ സൂര്യൻ ഉദിക്കുകൊണ്ടു. അത് ഖിയാമത്ത് നാളിന്റെ പിന്നെ അടയാളമാണ്. എപ്പുറത്തെ ഈസ്റ്ററിന്റെ സൂര്യൻ ഉദിക്കല് ഒരു നാൾ നോക്കുമ്പോൾ പശ്ചിമത്തെ സൂര്യൻ ഉദിച്ചുകൊണ്ടുകൊണ്ടുപോകും. അത് യഥാർത്ഥത്തിലുള്ള സൂര്യോദയമായെങ്കിൽ ഈ ചൊന്നെങ്കത്തെ സ്പിരിച്വലി സൂര്യ ഉദയ ആയിട്ടായിരുന്നു നമുക്ക് വിചാരിക്കും. അഥവാ പശ്ചിമത്തെ സൂര്യ ഉദിച്ചിട്ടായിരുന്നു ചൊന്നെങ്കിൽ അതിനർത്ഥത്തിൽ ഒന്ന് ഞാൻ ചൊന്ന ആനീതിക്ക് വേറെ അർത്ഥം ഞാൻ വെക്കില്ല. നേരെ അർത്ഥം പശ്ചിമത്തെ സൂര്യ ഉദിക്കലുണ്ട് തങ്ങളെ ഉദിക്കല്. അത് ഒരർത്ഥാണെങ്കിൽ പിന്നൊരർത്ഥത്തിന് നമുക്ക് വെക്കല്ലേ. എന്തിനെ പാശ്ചാത്യ ആൾമാരെ മുട്ടത്തെ സൂര്യൻ നമുക്ക് ഉദിച്ചിട്ട് അഥവാ അങ്ങളമേ ഞങ്ങളെ ദേവരാക്കിയ അങ്ങമേ ഞങ്ങളെ ഗുരു മദീന അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഇവിടെ ചെന്നുകൊണ്ടുള്ള റിദ്ദത്തുൻ വല അബൂബക്കർ ലഹ. റിദ്ദത്ത് സംഭവിച്ചിട്ടായിട്ട് അതേ സമയത്ത് അതിനെ മാറ്റുകൂ, ഇല്ലാണ്ടാക്കുകൂ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ മുട്ട ഇല്ലാണ്ടാണ്. ലോകത്തെ മൊത്തം അത് മശാരിഖുൽ അർദ് മുതൽ മഗാരിബ് വരെ പൂർവത്തെ പശ്ചിമ ലോകത്തെ എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം ഈ സംസ്കാരങ്ങൾ ഞങ്ങളെ നിറഞ്ഞിട്ടായിട്ട്, ഞങ്ങളെ കൂടിയിട്ടായിട്ട്, ആവരണാക്കിയിട്ടായിട്ട്. സമ്പത്തങ്ങ് കൂടിയപ്പോ മനുഷ്യൻ ഏതോ ഏതോ ആൾമാർ മുട്ട പോയാ ഇവിടെ ചെല്ലു ഓൺ പള്ളി വേണ്ട നിസ്കരിക്കട. ചില ആൾമാർക്ക് ദൈവമുണ്ടാ കേട്ടെങ്കിൽ ഉറപ്പില്ല, ഇല്ലാന്ന് കേട്ടെ ഇല്ലാണ്ടും ചൊല്ലില്ല, ഉണ്ടോം ചൊല്ലില്ല. അങ്ങനത്തെ കുറെ ജാതി ഉള്ളൂ. ഇനി ദേവർ തീരെ ഇല്ലാണ്ടുള്ളെങ്കിൽ ആൾമാരുണ്ടാറ്, ലിബറലിസത്തെ ആൾമാരുള്ളാറ്, ഇസ്ലാമിന്റെ ഒരു വിശാല വാക്കടങ്കത്തെ ആൾമാരുള്ളാറ്. ഇങ്ങനെ ബ്രേക്കിട്ടെങ്കിൽ അവർ ഇങ്ങനെയെല്ലാം ചൊല്ലെങ്കത്ത ഈ റിദ്ദത്ത് ലോകത്ത് മൊത്തം വ്യാപകമായിട്ടുണ്ടു. 19ാം ശതമാനത്തിലൂടെ ലോകം, മുസ്ലിം ലോകം തകർച്ച സംഭവിച്ചിട്ട് വിശ്വാസപരമായി, സാംസ്കാരികമായി, രാജകീയമായി ഇങ്ങനെ എല്ലാവരും നഗരമുട്ട കയറി വന്നാറ്. പക്ഷെ അവിടെ ചൊല്ലു ഒരു ഇസ്ലാം വയസ്സാവുണ്ടാവും. ഇസ്ലാം ഒരിക്കലും വയസ്സ് അറിയാത്തക്കത്ത മതാണ്. ഇന്നഹു ജദീദുൻ കശംസി വഖദീമുൻ കശംസ്. ഇസ്ലാം സൂര്യനെ പോലെ പുതിയതാണ്, സൂര്യനെ പോലെ പലതാണ്. സൂര്യൻ എത്ര വർഷത്തിന് മുന്നോ പലതാണ്, പക്ഷേ വീണ്ടും സൂര്യൻ പുതിയ പോലെ നിൽക്കുന്നത്. ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാമിനെ കെടുത്തുകൊടുക്കാനായിട്ട് ലോകത്തെ നാനാദിക്കുൾ ആൾമാർ ശ്രമിച്ചുകൊണ്ടുള്ളാറ്. അള്ളാഹു അവന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കണം. പക്ഷെ തകർത്ത് സംഭവിച്ചത് മുസ്ലിമീങ്ങളാണ്. സൂര്യനെ പോലെ നല്ല യുവാവാണ് ഇസ്ലാം. വയസ്സായിട്ട് അറിവുന്നുണ്ട് മുസ്ലിമീങ്ങളാണ്, ദുർബലന്മാരായിട്ട് അറിവുന്നുണ്ട് മുസ്ലിമീങ്ങളാണ്. കുറെ ബുദ്ധിജീവികൾ ചെന്നാൽ ഇസ്ലാം നാം പഠിച്ചിട്ടാമല്ല ഭയങ്കരമാണ്. പക്ഷേ അവർ കടന്നു വരുന്നുണ്ടായത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ ചൊല്ലക്കത്തെ മുസ്ലിമീങ്ങളിൽ ഈ ചൊന്നക്കത്തെ തത്വങ്ങൾ നാം കണ്ടുകൊണ്ടില്ലേട്ടാണ് അങ്ങ് ബേജാറ് ചന്ദ്രൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിന്റെ പൂർവ്വകാലം വളരെ തിളങ്ങുന്നതാണ്, ഏറ്റവും നല്ല സന്തോഷത്തതാണ്. പക്ഷെ ആധുനിക കാലത്ത് മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ തൊട്ട് വിട്ടുകൊണ്ടാറും ചെല്ലത് വളരെ പ്രയാസപ്പെടുത്തരംഗത്തെ ഒരിക്കലും ചിന്തിക്കുവാവാത്തരംഗത്തെ വിഷയം. അങ്ങനത്തെ ദുരന്തത്തിൽ പെട്ടുപോകുക തീരാണ്ടാണ് കുറച്ച് വിഷയങ്ങൾ ഞാൻ ചെന്നോണ്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചൊന്നെങ്കിൽ താരീഖ് പലപ്പോഴും അന്യമായ രംഗത്തെ സമൂഹമാണ്. മുസ്ലിം സമൂഹമാണ് ചൊന്നെങ്കിൽ അങ്ങനെ താരീഖിയുടെ ಬಗ್ಗೆ അങ്ങൊന്നില്ല. മുസ്ലിം താരീഖ് ഗോൾഡൻ താരീഖ് മുസ്ലിമീങ്ങൾക്ക് ഒരു മുസ്ലിമിനെ കണ്ടപ്പോ ഇസ്ലാം ഓടി വന്ന് ആൾമാറിനാറ്. അതാണ് ബഹുമാനപ്പെട്ട ഖാജ മഈനുദ്ദീനുൽ ജിശ്രി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യത്തിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിൽ മുസ്ലിമീങ്ങൾ. ഇന്ത്യ ബംഗ്ലാദേശിൽ മുസ്ലിമീങ്ങൾ ഉള്ളാറുണ്ടായി, പാകിസ്ഥാനിൽ മുസ്ലിമീങ്ങൾ ഉള്ളാറുണ്ടായി, ശ്രീലങ്കത്ത് മുസ്ലിമീങ്ങൾ ഉള്ളാറുണ്ടായി, ഇന്ത്യത്ത് മുസ്ലിമീങ്ങൾ ഉള്ളാറുണ്ടായി, അഫ്ഗാനിസ്ഥാനത്ത് മുസ്ലിമീങ്ങൾ ഉള്ളാറുണ്ടായി. ഇതിന് ക്രെഡിറ്റ്
പോണ്ടത് ബഹുമാനപ്പെട്ട ഖാജ മഈനുദ്ദീൻ ജിഷി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്തേ കേട്ടെങ്കിൽ അയാൾ ഇസ്ലാം യംശി അലൽ അർദ് ഭൂമിയുടെ മേൽ ചലിക്കിടക്കത്ത മുസ്ലിമാണ്. അപ്പൊ ഈ കിതാബിൽ ചൊന്നത് ഏത് യുദ്ധത്തെ പറ്റിയാണ് ആതങ്കാക്കിക്കൊണ്ടുള്ള പൂർണ്ണമായും ഇസ്ലാമിനെ തൊട്ട് പുറത്തുകൊണ്ടാരും ചൊല്ലുന്നതിനെ പറ്റി പേടിയില്ല. പക്ഷേ യൂറോപ്പ് വന്നിട്ട് ഞങ്ങളെ കൾച്ചറിനെ നശിപ്പിച്ചിട്ട് ഞങ്ങളെ ഏറ്റവും നല്ല സംസ്കാരത്തെ നശിപ്പിച്ചിട്ട് മുസ്ലിമീങ്ങൾ ചൊന്നെങ്കിൽ എല്ലാ കൾച്ചറും ആക്കൊണ്ട് എങ്ങനെ തെക്കണോ എങ്ങനെ കിടക്കണോ എങ്ങനെ ഉറങ്ങണോ എങ്ങനെ നടക്കണോ എല്ലാത്തിനും ഉണ്ട്. ബാത്റൂമിൽ പോയെങ്കിൽ എങ്ങനെ തെക്കണുണ്ട് വരെ പരിപാടിത്ത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് അത്ഭുതപ്പെട്ടാൽ ഖസസും മിൻ താരീഖിൽ ഇസ്ലാം ചൊല്ലുന്ന കിതാബ് അതിൽ അലി തൊത്താബി ചൊല്ലുന്ന കിതാബ് ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ നാളെ വിശദീകരിക്കണം ഇൻഷാ അല്ലാഹ്. അയാൾ അതിൽ വിശദീകരിക്കുന്നത് ഖസസും മിൻ താരീഖിൽ ഇസ്ലാം. അയാൾ ഡൽഹി വന്നു, അതായത് മുസ്ലിം ചരിത്രത്തെ പറ്റി അയാൾ സന്തോഷിക്കുന്നു. അയാൾ വന്നിട്ട് ചൊല്ല് ഡൽഹിക്ക് വന്നിട്ട് നാം നോക്കുമ്പോ മുസ്ലിമീങ്ങ നടത്തിയിക്കത്തെ ത്യാഗങ്ങൾ അങ്ങനെ ക്രാന്തികൾ അത്ഭുതങ്ങൾ ലഖദ് ഹകംനൽ ഹിന്ദ അൽഫസന ഇന്ത്യത്തെ 1000 വർഷം ആടേണ്ടാക്കിക്കത്തെ ആൾമാരാണ്. ഞങ്ങൾ ഒരു അറബിയായ ആള് കൂടെ വന്നിട്ട് ഇങ്ങനെ ഡൽഹിയിൽ വന്നപ്പോ അയാൾക്ക് കുത്തുബ് മിനാർ കണ്ടുകൊണ്ടുണ്ട്, ഇപ്പുറത്തെ റെഡ് ഫോർട്ട് കണ്ടുകൊണ്ടുണ്ട്. എവിടെ നോക്കിയെങ്കിൽ മുസ്ലിമീങ്ങളെ സംഭാവനയാണ്. അത് നോക്കിയിട്ട് അയാൾ ചൊല്ലു അതൊന്നും അന്നനീബി ഉണ്ടുള്ളൂ. ഞാൻ വിചാരിച്ച ഞാൻ സ്പെയിനിലുള്ള 800 വർഷം മുസ്ലിമീങ്ങൾ അടുത്താക്കിയ നാടല്ലേ സ്പെയിന്. ഡൽഹിയിൽ വന്നിട്ട് അയാൾ ചൊല്ലു ഞാൻ സ്പെയിനിലുള്ള വിചാരിച്ച. അതേ സമയത്ത് ഇന്ന അജല്ലു ഇത് സ്പെയിൻ്റെ മഹത്വമുള്ള നാടാണ് ഡൽഹി ചെന്നിട്ടു. ഇന്ത്യത്തെ പൂർവ്വകാല സംസ്കാരത്തെ പറ്റി അയാൾ അത്ഭുതപ്പെട്ടുകൊണ്ടു. എന്നിട്ട് അയാൾ ചെന്നൊരു ഫലക്കാൻ ഇന്നന ഉമ്മത്തും തജഹലു താരീഖ ഞങ്ങൾ ഒരു സമൂഹമായി മാറിന ഞങ്ങളെ താരീഖ് നമുക്കൊന്നില്ല. ഞങ്ങൾ എവിടെ ഇടവിപ്പോയിനാൻ ചെന്നിട്ട് നമുക്കൊന്നില്ല. പൂർവ്വകാലത്ത് കഞ്ഞിപോയക്കത്തെ മുസ്ലിമീങ്ങൾ ഏറ്റവും നല്ല സംസ്കാരത്തെ ആൾമാരായാണ്. നിങ്ങൾ ആധുനികത്തിന്റെ ബാക്കിൽ പോയാറുണ്ടായെങ്കിൽ ഞാൻ ചെന്നിട്ട് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് പോയാറുണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഐസാക് ന്യൂട്ടൻ അവിടെ കിട്ടൂ, ഞങ്ങൾക്ക് ഐൻസ്റ്റീൻ കിട്ടൂ, ഞങ്ങൾക്ക് ഡാർവിൻ കിട്ടൂ. ഇങ്ങനത്തെ കുറെ പുതിയ 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 പേരുടെ ആൾമാർ അങ്ങനെ ആധുനികത്തിന് ഏറ്റവും വലിയ ആൾമാരായി കൊട്ടിഘോഷിക്കപ്പെടുന്ന ആൾമാരാണ്. ഞങ്ങൾ ഈ അഭിവൃദ്ധിയുടെ ബാക്കിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങെല്ലാവരും കിട്ടാറ്. അതേ സമയത്ത് തെല്ല് ബാക്ക് പോയെങ്കിൽ ഞങ്ങൾക്ക് അവിടെയാണ് ഷാഫി ഇമാം കിട്ടു, അവിടെ ഞങ്ങൾക്ക് അബൂ ഹനീഫ ഇമാം കിട്ടു, അവിടെ നഫീസത്തുൽ മിസ്രി അങ്ങനെ തുടങ്ങി പോയിട്ട് മദീനത്തിന്റെ സ്വഹാബത്ത് ഞങ്ങൾക്ക് കിട്ടാറ്. ലോകത്ത് ഇസ്ലാമിലെ ബെൽറ്റപ്പം വന്നിക്കത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടു. അതുകൊണ്ട് ഈ പുതിയ യുദ്ധത്തെ തൊട്ട് മുസ്ലിം സമൂഹം ബാക്ക് വന്നു. ഞങ്ങളെ തല മുതൽ കാലുവരെ ആവാഹിച്ചിട്ടുള്ള ഇങ്ങനത്തെ യൂറോപ്യൻ സംസ്കാരങ്ങൾ എന്തെല്ലാം ഉണ്ടാ അതെല്ലാത്തെ തൊട്ട് ബാക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ എന്തെല്ലാം ഉണ്ടോ പഠിച്ചിട്ട് ആ സുന്നത്തുകൾ നിങ്ങൾ ഫോളോ ആക്കിടാണ്ടായെങ്കിൽ ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിമീങ്ങൾ. അവിടെ ഞങ്ങൾക്ക് റിദ്ദത്ത് സംഭവിക്കില്ല. ഈ റിദ്ദത്ത് ചിലപ്പോൾ ഞങ്ങളിൽ കുറവ് സംഭവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ മക്കളുടെ പരമ്പരയിൽ ഇതിങ്ങനെ സർവ്വവ്യാപകമായി വന്നുകൊണ്ടുണ്ടു, അടിച്ചു കയറിയോണ്ടുണ്ടു. ഈ ഡ്രഗ്സും ഈ കള്ളും ഇങ്ങനെ തുടങ്ങിയതല്ല എവിടെയാണ് വേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇന്ത്യത്തിൽ വന്നാൽ ചൈനത്തിൽ പോയാൽ യൂറോപ്പ് അവ ഈ ചൊന്ന ഡ്രഗ്സ് അടിച്ചു കയറ്റിക്കത്തെ ആൾമാരാണ്. ചൈനത്തെ ആൾമാർക്ക് ഇത് പരിചയമില്ല. അവ ചൊന്നാറ് ഇത് കൊമ്പറവ് തീറ, ഇക ചൊന്നാറ് ഇതിന് മിക്കൊരു നിനക്ക് പൈസ കൊടു. ഇവിടെ രാജാക്കന്മാർക്ക് ഇത് അർത്ഥമായില്ല. ഇതെന്തേ മനുഷ്യരെ കൊന്നിട്ട് എന്തിനാ പൈസ ആക്കണോ? ഇന്ത്യത്തിൽ വന്നിട്ട് സാമൂതിരി രാജാവോട്ട് യൂറോപ്യൻ ചെന്നാറ് നീ മുസ്ലിമീങ്ങളെ പുറത്താക്കണോ? അറബ് ആൾമാർ കൂടെ വന്നിട്ട് കച്ചവടാക്കി കൊണ്ടുള്ളാറല്ലേ. അതുകൊണ്ട് അങ്ങനെ ദൂരാക്കണോ? ഞങ്ങൾ നിനക്ക് ഇരട്ടിയായി പൈസ തണ്ടാട്ടുന്നപ്പ ഹിന്ദുവായ സാമൂതിരി രാജാവും ഇക ചൊല്ലിക്കത്തെ സംസ്കാരങ്ങൾ അർത്ഥായില്ല. അങ്ങ് ചെന്നാറ് എത്ര വർഷങ്ങളായി അറബിന് വന്നിട്ടൂടെ കച്ചവടാക്കിക്കൊണ്ടുള്ളാറ്. അതുകൊണ്ട് അങ്ങനെ പുറത്താക്കുവാനില്ലാണ്ട് കേരളത്തിൽ ശബ്ദിച്ചെങ്കത്തെ ആളാണ് സാമൂതിരി രാജാവ്. മുസ്ലിമീങ്ങൾ ചുവാട്ട് പോണ്ടാറായി ഇല്ലേന്ന് ചെന്നിട്ടു നോക്കു ആളവിട്ടെങ്കത്തെ ആളാണ് സാമൂതിരി രാജാവ്. ഇന്ത്യത്തെ സംസ്കാരം ഏറ്റവും നല്ല പ്രശോഭിക്കത്തെ സംസ്കാരമാണ്. പക്ഷേ എവിടെ യൂറോപ്പിലെ കാത്ത് നിങ്ങൾക്ക് അടിച്ചിട്ട അവിടെ തകർന്നുകൊണ്ടുണ്ടു. യൂറോപ്പ് നാശങ്ങളല്ലാട്ട് അനൈതികത്തെ അല്ലാട്ട് ലോകത്ത് കൊടുത്തിട്ടേ ഇല്ല. അത് ഏഷ്യൻ ആഫ്രിക്കത്തെ സംസ്കാരമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് വിശാലമായി പഠിക്കണായത് ചെല്ലണായതാണ്. ഞങ്ങൾ പഠിച്ചിട്ട് ഈ ചൊന്ന മോശമായ സംസ്കാരങ്ങൾ ഇടത്ത കയ്യിൽ ഓടിക്കലേ ഇതേത് സംസ്കാരമാണ്. അതുപോലെ അങ്ങനെ തുടങ്ങി കുറെ ഉണ്ട്. ഞാനിപ്പോൾ വിശദീകരിക്കില്ല, സമയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പിന്നെ ചെല്ലാം സഹോദരന്മാരെ. അതുകൊണ്ട് നാട്ടിലുള്ളത് ഒന്ന് മാത്രമാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ നേതാവുണ്ട്, ഏറ്റവും വലിയ അഫ്ളലുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ സംസ്കാരം അതിങ്ങനെ നിറഞ്ഞു നിന്നിട്ടിരിക്കുമ്പോ പിന്നൊരുത്തരമുട്ടത്തെ കടക്കെടുക്കലകത്തിയില്ല. എൻ്റെ കയ്യിൽ കോടിക്കണക്കിൽ പൈസ കൊണ്ടുള്ള അപ്പൊ നിലമുട്ടത്തെ കടക്കെടുക്കലകത്തി ഉണ്ട്. ഞങ്ങൾക്ക് ഇല്ലല്ലേ.
നന്മപ്പെട്ടവേ എല്ലാം ഉണ്ട്. ഇസ്ലാം സമൃദ്ധമാണ്, ഇതിലെ ഉൾക്ക എല്ലാം. അതുകൊണ്ട് നമുക്ക് പൈസ വന്നെങ്കും നമുക്ക് എന്ത് സ്ഥാനമാനങ്ങൾ വന്നെങ്കും ഇസ്ലാമിന്റെ മുട്ടരിയോ തീറ അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, എല്ലാവിധ മോശമായ സംസ്കാരങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാൻ. അവിടത്തോട് ഞങ്ങളെ ഖൽബിൽ നീ നല്ല മഹബ്ബത്ത് നൽകണം റഹ്മാൻ. അർഹമർ റഹീമീനായ റബ്ബേ, പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായി അനുകരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. എല്ലാവിധ മോശമായ കാര്യങ്ങളിൽ നിന്ന്, ബടക്കിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെ പരമ്പരകളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് നീ നല്ല ആഫിയത്ത് നൽകണം റഹ്മാനെ. മരണം വരെ ആരോഗ്യം നിലനിർത്തി തരണം റഹ്മാൻ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. അന്തസ്സ് നൽകണം റഹ്മാൻ. എല്ലാവിധ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ, മുത്തഖീങ്ങളാക്കണം റഹ്മാൻ. നീ ഇഷ്ടപ്പെട്ട നിന്റെ സജ്ജനങ്ങളായ ഇബാദുകളിൽ പെടുത്തി തരണം റഹ്മാൻ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാൻ. രോഗികൾക്ക് നീ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ഈ ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന മുഴുവൻ ആളുകൾക്ക് നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണം റഹ്മാൻ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കുടുംബസഹിതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാൻ. അവസാനം പുഞ്ചിരിച്ച് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണം റഹ്മാൻ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. അവിടുത്തെ മുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാൻ. പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണം റഹ്മാൻ. എല്ലാവിധ മോശമായ വിശ്വാസങ്ങളിൽ നിന്ന് അർഹമർ റഹീമീനായ റബ്ബേ, വഴിതെറ്റിപ്പിക്കുന്നവരുടെ ഷർറിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. ഇസ്തിഖാമത്തോടെ സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണം റഹ്മാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.